യെസ്, ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു മെയിൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സയൻസിലെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വൈറ്റമിൻസിനോടൊപ്പം തന്നെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മിനറൽസ്. നമ്മൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, എ, ഡി, ഇ, കെ എന്ന 4 വൈറ്റമിനുകളെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുത്തി പഠിച്ചിട്ടുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സാണ് ശരിക്കും പറയാം വൈറ്റമിൻസ് പാർട്ട് എ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പാർട്ട് 1 എന്ന രീതിയിൽ നമ്മൾ പഠിച്ചൊരു ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് നമ്മൾ എ, ഡി, ഇ, കെ എന്ന് പറയുന്ന വൈറ്റമിനുകളെയും അവയുടെ പ്രത്യേകതകളും അതുപോലെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രോബബിളായിട്ട് PSC ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്ക് വാട്ട് എവർ ഈസ് റിക്വയർഡ് അത് പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ട സാധനം പഠിക്കുക, ആവശ്യമില്ലാണ്ട് ഒരുപാട് പഠിച്ചു കൂട്ടിയിട്ട് പ്രയോജനമില്ല. ആവശ്യമുള്ള കണ്ടൻറ്റുകൾ മാക്സിമം പഠിക്കാനായിട്ട് നമ്മൾ വിനിയോഗിക്കുക സമയത്തെ എന്നുള്ളതാണ്. കിട്ടുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്ക് ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് സംസാരത്തിലും സൗണ്ടിലും ചെറിയൊരു വേരിയേഷൻ. അതെ, നിങ്ങൾ ക്ഷമിച്ചു കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണ്, സൗണ്ടിനൊന്നും വേറെ കുഴപ്പമില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാത്ത പക്ഷം കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് തരാൻ ഒരു കാരണവശാലും ഞാനോ സഹകാരിയെന്നോ ആൾക്കാരെന്തായാലും തീരുമാനിക്കില്ല. അതിനകത്ത് വേറെ കൺസേണൊന്നും വേണ്ട നിങ്ങൾക്ക് ആർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വൈറ്റമിൻസിൻ്റെ പാർട്ട് എ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം ബാക്കി വരുന്ന വൈറ്റമിൻസ്, വൈറ്റമിൻ ബി, അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഒക്കെ ഉള്ളവരെ നമ്മൾ പിന്നെ രണ്ടാമത്തെ പാർട്ടിനകത്ത് പഠിച്ചിട്ടുണ്ട്. ബിയിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. B1, B2, B3, B5, B7, B9 എന്നൊക്കെ പറഞ്ഞിട്ട് പല വകഭേദങ്ങൾ വൈറ്റമിൻ ബിയിൽ തന്നെ നമ്മൾ പഠിച്ചു. ഓരോരുത്തരുടെയും എന്താ പറയുക, ഒരു ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബയോട്ടിൻ, റൈബോഫ്ലാവിൻ, ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം പേരുകൾ നമ്മൾ പല വൈറ്റമിൻ ബിക്കും പഠിച്ചു. അതുപോലെ സിക്ക് എസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന പേര് പഠിച്ചു. അപ്പോൾ ഈ പേരുകളും വൈറ്റമിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഏതാണോ നമ്മൾ കണക്ക് കൂട്ടുന്നത് അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എല്ലാം കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. പ്ലസ് യൂഷ്വലി നമ്മൾ കാണുന്ന ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പോലുള്ളവയൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്ന കോമ്പോണൻറ്റുകൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന് അനിവാര്യമായിട്ടുള്ള കോമ്പോണൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മാത്രമല്ല ഇത് വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണ്ടതൊന്നുമല്ല എന്നും, താരതമ്യേന ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് വഴിയൊക്കെ തന്നെ, ഫുഡ് വഴി മാത്രമല്ലാതെ ഫുഡ് വഴിയും മറ്റ് പല സോഴ്സ് വഴി നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യപ്പെടുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബോഡിക്ക് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ചില വൈറ്റമിൻസിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ട്. ആ വൈറ്റമിൻ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് താരതമ്യേന കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള മറ്റ് കോമ്പോണൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻസ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകളും മെറ്റബോളിക് ആക്ടിവിറ്റികളും നടത്തുന്നതിന് അനിവാര്യമായിട്ടുള്ള താരതമ്യേന ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ, നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റോ അതും ഇതൊക്കെ കഴിക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കണം, അങ്ങനെയല്ല, താരതമ്യേന ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ദൈനികമായിട്ട് ഓരോ ദിവസവും ഇൻടേക്ക് ചെയ്യപ്പെടേണ്ടത് കൂടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് പ്രോട്ടീൻ കഴിച്ചു, നാളെ കഴിച്ചില്ല എന്നൊരു വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇവർ ഡെയിലി കൺസപ്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടിയാണ്. അപ്പോൾ ചെറിയ അളവ് മതി. മിനറൽസ് ആർ മൈക്രോ ന്യൂട്രിയൻസ് ദാറ്റ് ആർ എസെൻഷ്യൽ ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ അവർ ഡയറ്റ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്. ആഹാരത്തിൽ നിന്ന് തന്നെ, പല തരത്തിലുള്ള ആഹാരത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ചെറിയ ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അനിവാര്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻറ്റുകളാണ് മിനറൽസ് എന്നാണ് പറയുന്നത്. അവർ ബോഡി റിക്വയർസ് മിനറൽസ് ഇൻ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ്. ഹെൻസ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ബോഡി, മിനറൽസ് ഇൻ ഫുഡ് ആർ ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്. അപ്പം നമുക്ക് വേണ്ട ആവശ്യകത അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് ഒരു പർട്ടിക്കുലർ മിനറലിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മിനറൽസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 2 ക്ലാസിഫിക്കേഷൻ? 1 മാക്രോ മിനറൽസ്, 2 മൈക്രോ മിനറൽസ്. കേട്ടോ, ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ? 1 മാക്രോ മിനറൽ, ഇതാ വിളിക്കാം നമ്മൾ 1 മാക്രോ മിനറൽ. ഇതാണ് മാക്രോ മിനറൽ. 1 മാക്രോ മിനറൽ, 2 മൈക്രോ മിനറൽസ്. ഓക്കെ, മാക്രോ മിനറൽസും ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ മിനറൽസും ഉണ്ട്.
പേര് തന്നെ ഉണ്ട്. മാക്രോ എന്ന വാക്കിനർത്ഥം വലുത് എന്നും മൈക്രോ എന്ന വാക്കിനർത്ഥം ചെറുത് എന്നുമാണല്ലോ. സോ ഈ രണ്ട് വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. മാക്രോ മിനറൽസ് ആർ ദോസ് മിനറൽസ് വിച്ച് ആർ റിക്വയർഡ് ഇൻ കമ്പാരിറ്റീവ്ലി ഹയർ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ജനറലി മിനറൽസ് കുറവ് ക്വാണ്ടിറ്റി മതി എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, മൈക്രോ ന്യൂട്രിയൻസ് ആണിത്. താരതമ്യേന ന്യൂട്രിയൻറ്റുകളിൽ മൈക്രോ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആവശ്യകതയുള്ളവന്മാരാണിത്, അല്ല സംശയമൊന്നുമില്ല. ഈ ന്യൂട്രിയൻ റിക്വയർമെൻറ്റുകൾ തന്നെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നതാണ് മാക്രോയും മൈക്രോയും. അപ്പോൾ നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള മിനറൽസിൽ താരതമ്യേന കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവന്മാർ മാക്രോ മിനറൽ എന്നും താരതമ്യേന കുറഞ്ഞ ക്വാണ്ടിറ്റി വേണ്ടവന്മാർ സ്മോളർ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളവന്മാരെ എന്തെന്നും വിളിക്കുന്നു, മൈക്രോ മിനറൽ എന്നും വിളിക്കുന്നു എന്നുള്ളതാണ്. സോ വാട്ട് ആർ മാക്രോ മിനറൽസ്? ദേ ആർ മേജർ മിനറൽസ്. മാക്രോ മിനറൽസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് മേജർ മിനറൽസ്. മേജർ മിനറൽസ്. Macro minerals are those minerals which are required in relatively large doses. അപ്പോൾ വെറുതെ ഞാനിങ്ങനെ ലാർജ് ഡോസ് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. നമ്മൾ എന്ത് കണക്കിലാണ്, എത്രയാണ് വലുത് എത്രയാണ് ചെറുതെന്ന് എങ്ങനെ നമ്മൾ നിർണ്ണയിക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. 100 മില്ലിഗ്രാം പെർ ഡേ, നമ്മുടെ നമ്പർ 100 മില്ലിഗ്രാം പെർ ഡേ ആണ്. 100 മില്ലിഗ്രാം പെർ ഡേയിൽ കൂടുതൽ ആവശ്യമുള്ള, അതായത് 100 മില്ലിഗ്രാം എങ്കിലും 100 മില്ലിഗ്രാമിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസിന് വിളിക്കുന്ന പേരാണ് മാക്രോ മിനറൽ. അപ്പോൾ ഈ വാല്യൂ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ന്യൂട്രിയൻസ് ഓർ ദ മിനറൽസ് വിച്ച് ആർ റിക്വയർഡ് മോർ ദാൻ 100 milligrams പെർ ഡേ ആർ കോൾഡ് മാക്രോ മിനറൽസ്. ആരൊക്കെയാണ് മാക്രോ മിനറൽസിൻ്റെ ഗണത്തിൽ പെടുന്നവന്മാർ? പ്രധാനമായിട്ട് വരുന്നവന്മാരാണ് ഒന്ന് നമ്മുടെ കാൽസ്യം. കാൽസ്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ബോഡി മെയിൻ്റനൻസ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ ഇൻടേക്കിന് സഹായിക്കുന്ന വൈറ്റമിൻ ആര്? നമ്മൾ വൈറ്റമിൻസ് പഠിച്ചപ്പോൾ കണ്ടതാണ്. ദ വൈറ്റമിൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഇൻടേക്ക് ഓഫ് കാൽസ്യം ഓർ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. ശരീരഭാഗങ്ങളിലേക്ക് കാൽസ്യം കഴിച്ചാൽ മാത്രം പോരാ, കഴിക്കുന്ന കാൽസ്യം നമുക്ക് അബ്സോർബ് ചെയ്യാനും കൂടി സാധിക്കണം, അല്ലേ? നമുക്കതിനെ വിനിയോഗിക്കാൻ സാധിക്കണം, നമുക്കതിനെ ആഗിരണം ചെയ്യാൻ സാധിക്കണം. ശരീരത്തിന് കഴിക്കുന്ന കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? ഒന്ന് ഓർത്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻ്റല്ല, നിങ്ങൾ മനസ്സിലൊന്ന് കരുതി നോക്കുക കേട്ടോ. എന്താണ് അത് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചൂടെ തന്നിരിക്കുന്ന ഏത് വൈറ്റമിനാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് വൈറ്റമിൻ ഹെൽപ്സ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം അവർ ഡയറ്റ്? ഡയറ്റിൽ നിന്നുള്ള കാൽസ്യത്തെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന്, ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? ചോദ്യമാണ്. ഉത്തരം നിങ്ങൾക്കറിയാമെന്ന പ്രതീക്ഷയോടുകൂടി, ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ കാൽസ്യം ഒരു മാക്രോ മിനറലാണെന്ന് അറിഞ്ഞിരിക്കുക. കാൽസ്യം ഒരു മാക്രോ മിനറലാണ്, ഒരു സംശയവും വേണ്ട. ക്ലോറിൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സൾഫർ. സോ ദീസ് ആർ ഓൾ മേജർ മാക്രോ ന്യൂട്രിയൻസ് വിച്ച് റിക്വയർഡ് ഫോർ അവർ ബോഡി. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന എല്ലാ മാക്രോ മിനറൽസ് അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരു മിനറൽസിൻ്റെ ഒരു ഗ്രൂപ്പിങ്ങിനെ പിക്ചറായിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം മാക്രോ മിനറൽ അല്ല കേട്ടോ. എല്ലാ മാക്രോ മിനറലൊന്നും അല്ല ഇതിനകത്ത്, പലതും മൈക്രോവിനെ പറ്റിയിട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എനിഹൗ ചിത്രം നിങ്ങൾ നോക്കണ്ട, ഞാനിവിടെ നോട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കാൽസ്യം, ക്ലോറിൻ, പിന്നെ മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സൾഫർ, ഇതെല്ലാം മാക്രോ മിനറൽസ് ആണ്. മാക്രോ മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? 100 മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. പെർ ഡേ കൺസപ്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 milligrams. ഷുഡ് ബി എന്നല്ല, ഈസ് റിക്വയർഡ് ടു ബി ഗ്രേറ്റർ ദാൻ 100 milligrams. അത്രയും ആവശ്യമുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ മൈക്രോ മിനറൽ. സ്വാഭാവികമായിട്ട് അപ്പോൾ ഇനി നമുക്കത് പറയാൻ പറ്റും. മൈക്രോ മിനറൽസ് ആർ ദോസ് മിനറൽസ് വിച്ച് ആർ നീഡഡ് ഇൻ വെരി ട്രേസ് എലമെൻറ്റ്സ്, വെരി ട്രേസ് ക്വാണ്ടിറ്റീസ്. 100 മില്ലിഗ്രാമിൽ താഴെ ആവശ്യമുള്ളവന്മാർ. പെർ ഡേ 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആവശ്യമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ കഴിച്ചു എന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളതിന് വേറൊരു പേര് വിളിക്കും, മിനറൽ ടോക്സിസിറ്റി എന്ന് വിളിക്കാറുണ്ട്. മിനറൽ ടോക്സിസിറ്റി എന്ന് വിളിക്കും. ഇത് അത്ര നല്ലതൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള മിനറൽസ് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ വേണം. ആവശ്യമുള്ള ക്വാണ്ടിറ്റിയേക്കാൾ ഒരുപാട് സർപ്ലസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പർട്ടിക്കുലർ മിനറൽ കയറുവാണെങ്കിൽ അതിനെ നമ്മൾ മിനറൽ ടോക്സിസിറ്റി എന്നൊക്കെ പറയാം. പലതുകൊണ്ട് ഇപ്പോൾ അയൺ ടോക്സിസിറ്റിയൊക്കെ ജനറലി പറയും. പലർക്കും അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിന് അയൺ ടോക്സിസിറ്റി എന്നാണ് പറയുക. എല്ലാ മിനറലും ഓരോരോ പേർപ്പസ് നിറവേറ്റുന്നുണ്ടല്ലോ ശരീരത്തിൽ. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ടിൽ മിനറൽ കയറിക്കഴിഞ്ഞാൽ ആ പേർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ള റോളിനപ്പുറമായി പോവും അവരുടെ നിലനിൽപ്പ് കൊണ്ടുള്ള ഒരു
ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിനറൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. എനിഹൗ മൈക്രോ മിനറൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവന്മാരായിട്ട് നമുക്ക് അയൺ, കോപ്പർ, ഇൻഡിയം, സിങ്ക്, മാംഗനീസ്, മോളിബ്ഡിനം, അതുപോലെ ഫ്ലൂറിൻ, കൊബാൾട്ട്, സെലീനിയം ഇതെല്ലാം ഉൾപ്പെടുന്നത് മൈക്രോ മിനറൽ കാറ്റഗറിയിലാണ്. ഇതെല്ലാം മൈക്രോ മിനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അയൺ എന്നത് നമുക്ക് പൊതുവേ തോന്നും, നമ്മൾ അയണിനെ പറ്റിയിട്ട് പൊതുവെ ഒരുപാട് പറയാറുണ്ട് അല്ലേ. അനീമിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം. വൈറ്റമിൻ എന്തിൻ്റെ കുറവ് കാരണമാണെന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. B9, B6 ഒക്കെ കുറവ് കാരണം നമുക്ക് അനീമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. സോ അനീമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീര തളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന സിറ്റുവേഷനാണ്. കാരണം അയൺ കണ്ടൻറ്റിൻ്റെ കുറവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ അതുകൊണ്ടൊരു നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അല്ല, അയൺ ഈസ് എ മൈക്രോ മിനറൽ. എടുത്ത് പഠിച്ചു വെച്ചോണം, അയൺ എന്ന് പറയുന്നത് മാക്രോ അല്ല, മൈക്രോയുടെ കാറ്റഗറിയിൽ പെടുന്ന മിനറലാണ്. മൈക്രോ കാറ്റഗറിയിൽ പെടുന്ന മിനറലാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ ആണോ? സെറ്റ്. ബാക്കിയുള്ള ആൾക്കാരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാ മൈക്രോ മിനറൽ എന്നുള്ളത് ക്ലിയർ ആണ്. എത്രയാണ് നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത്? 100 മില്ലിഗ്രാം ആണ്. 100 മില്ലിഗ്രാം ആണ് പെർ ഡേ. അതിൽ കൂടുതലുണ്ടെങ്കിൽ മാക്രോ മിനറൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടത് മാക്രോ മിനറൽ, അതിൽ കുറവ് വേണ്ടത് മൈക്രോ മിനറലാണ്. ഈ മൈക്രോ മിനറൽസ് ട്രേസ് എമൗണ്ടിലാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ ഈ മിനറൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രേസ് മിനറൽസ്. മറ്റൊരു പേരാണ് ട്രേസ് മിനറൽസ്. അപ്പോൾ ആരെയാണ് ട്രേസ് മിനറൽസ് എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മൈക്രോ മിനറൽസിനെയാണ് ട്രേസ് മിനറൽസ് എന്നറിയപ്പെടുന്നത്. ആരെയാണ് മേജർ മിനറൽസ് എന്നറിയപ്പെടുന്നത്? മാക്രോ മിനറൽസിനെയാണ് മേജർ മിനറൽസ് എന്ന് അറിയപ്പെടുന്നതെന്നും അറിഞ്ഞിരിക്കുക നിങ്ങൾ. ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പോയിന്റ്. If these trace minerals are taken in excessive quantities, mineral toxicity is induced. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഈ മൈക്രോ മിനറൽസ് പർട്ടിക്കുലർലി ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ കൺസ്യൂം ചെയ്താൽ ദാറ്റ് വിൽ ലീഡ് ടു മിനറൽ ടോക്സിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ മിനറൽസിനെ രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് മേജർ മിനറലും മൈനർ മിനറൽസും. മേജറിനകത്ത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ട്രേസ് മിനറൽസ് അല്ലെങ്കിൽ മൈനർ മിനറൽസിനകത്ത് അയൺ, കോപ്പർ, സിങ്ക്, സെലീനിയം, അയോഡിൻ. ക്ഷമിക്കാൻ, ഞാൻ ഇൻഡിയം എന്ന് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അയോഡിൻ, ക്രോമിയം, ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ഫ്ലൂറിൻ, അതുപോലെ മാംഗനീസ്, മോളിബ്ഡിനം ഇതെല്ലാം ട്രേസ് മിനറൽസിൽ പെടും അല്ലേ. യെസ്, ഞാൻ അവിടെ IN എന്നാണ് കരുതിയത് കേട്ടോ. ക്ഷമിക്കുക, ഇത് ഇൻഡിയം എന്നാണ് ഞാൻ നേരത്തെ വായിച്ചത്. ഇൻഡിയം അല്ല, അയഡിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അയോഡിനൊക്കെ അപ്പോൾ എന്ത് മിനറലാണ്? മൈക്രോ മിനറലാണ്, ട്രേസ് മിനറലാണ്. ഫ്ലൂറൈഡ് എന്താണ്? സിങ്ക് എന്താണ്? കോപ്പർ എന്ത്? ഇതൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റണം. പേര് കേൾക്കുമ്പോൾ മാഗ്നീഷ്യം എന്ത് തരത്തിലുള്ള മിനറലാണ്? മാഗ്നീഷ്യം മേജർ മിനറലാണ്. സൾഫർ എന്താണ്? സൾഫർ ഒന്നും നമ്മളിങ്ങനെ മേജറിൻ്റെ കൂടെ എന്തിന് ശരീരത്തിൽ സൾഫർ ആവശ്യമുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു പക്ഷെ അത്ര എന്താ പറയുക, അപ്രസക്തമായിട്ടാണ് നമ്മൾ ഈ സൾഫറിൻ്റെയൊക്കെ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കേൾക്കാറില്ല. സോഡിയം നമുക്കറിയാം, സോഡിയം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണെന്നറിയാം. പൊട്ടാസ്യം ആവശ്യമുള്ളതാണെന്നറിയാം. പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാരുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഓർമ്മശക്തി കുറയുക, തളർച്ച ഉണ്ടാവുക ഒക്കെ പോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലരും മനസ്സിലാക്കുന്നില്ല. ഡോക്ടേഴ്സ് പറയാറുണ്ട് മുത്തശ്ശന് സോഡിയം കുറവുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് പൊട്ടാസ്യം കുറവുണ്ട്. നമ്മൾ ജനറലി പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ സോഡിയം, പൊട്ടാസ്യമൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ മേജർ മിനറലിനകത്ത് അയാളെ പെടുത്താൻ പറ്റും. ക്ലോറൈഡോ, കാൽസ്യം അതുപോലെ നമ്മൾ കേൾക്കുന്നതാണ്. ഫോസ്ഫറസ്, കാൽസ്യത്തിനോടൊപ്പം ആവശ്യമായതാണ് ഫോസ്ഫറസ്. നമ്മുടെ ബോണിനും ടീത്തിനും സ്ട്രെങ്ത് നൽകുന്ന 2 മെറ്റൽ മിനറൽസ് അവൈലബിൾ ഇൻ ദ ബോൺ ആൻഡ് ടീത്ത് എന്ന് പറയുന്നത് കാൽസ്യവും ഫോസ്ഫറസുമാണ്. പണ്ട് ഈ ചുടലമാടങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ചുടലമാടങ്ങളിലും മറ്റുമൊക്കെ, ചുടല പ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഈ ദഹിപ്പിക്കുവാനായിട്ട് ശരീരം കൊണ്ടുവന്ന് ഈ നമ്മൾ പ്രേതം എന്നാണ് അതിന് പറയുക അല്ലേ, കോർപ്സ്, അല്ലെങ്കിൽ എന്താണ് പറയുക, മറ്റൊരു പേര് കിടാവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ദഹിപ്പിച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലൊക്കെ ഈ ചുടലഭൂമിയിൽ പ്രേതമുണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രേതമുണ്ട്, ഈ ദഹിപ്പിച്ചയാൾ രാത്രി എണീക്കുന്നു, അല്ലെങ്കിൽ അനങ്ങുന്നു, മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് അതിനെ ശരീരത്തിൽ നിന്ന് പ്രേതം വിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ജീവൻ അറ്റു പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുള്ള പലരും അതിനെ അങ്ങനെ എന്താ പറയുക, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നേച്ചർ. ജീവനില്ലാണ്ട് ഈ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടാണ് അത് അനങ്ങുന്നത് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ കരുതിയിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, വിച്ച് ഇസ് വെരി
വിച്ച് വാസ് വെരി കോമൺ ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അത് വളരെ കോമൺ ആയിരുന്ന കാര്യമാണ്. അതായത് ആൾക്കാർക്ക് അറിവ് വളരെ പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ, ശാസ്ത്ര പഠനം വളരെ ചുരുക്കം നടന്നിരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത തോന്നലുകളും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും നല്ലതല്ലല്ലോ. ശരിക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പലരും ചോദിക്കും, സയൻസ് എന്തിനാണ് പഠിക്കണേ? നമുക്ക് ചുറ്റും നടക്കുന്ന മിഥ്യകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്താണ് മിഥ്യ, എന്താണ് ശരി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പരിധി വരെ എല്ലാം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെയൊന്നും അല്ല. നമ്മുടെ എക്സ്പ്ലനേഷൻ അതീതമായിട്ടുള്ള എന്തൊക്കെയോ പല കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ഏതോ സിനിമയിൽ ആരോ പറയുന്ന പോലെ, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ടാ എന്നൊക്കെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ആരോ പറയുന്ന മാതിരിയാണ്. ദാറ്റ് ഇസ് വെരി ട്രൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. അതറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ സഞ്ചാരമാണ് ജീവിതം എന്നാണ് പറയുന്നത് പോലും. എനിഹൗ, അവിടെ ഞാനീ പറഞ്ഞ ചുടലഭൂമിയിൽ രാത്രികാലങ്ങളിൽ ഈ ദഹിപ്പിക്കപ്പെട്ട ആളുടെ ശരീരഭാഗങ്ങൾ കനക്കം തട്ടുന്നതും മറ്റൊന്നും കൊണ്ടല്ല. ഈ സോഡിയം, കാൽസ്യവും ഫോസ്ഫറസൊക്കെ ഹൈലി പെട്ടെന്ന് ഈ എനർജി റിലീസ് ചെയ്യുന്ന മിനറൽസാണ് ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസ് തീയിലേക്ക് എയറുമായിട്ട് കോൺടാക്റ്റ് വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് എക്സോതെർമിക്കായിട്ട് അങ്ങ് റിയാക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കാൽസ്യം, ഫോസ്ഫറസ് എന്നീ കോമ്പോണൻറ്റുകൾ എല്ലിൽ, അസ്ഥിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സംഭവിച്ച പരിപാടിയാണത്. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് പ്രേതബാധയോ മറ്റൊന്നുമല്ല, ഇത് കേവലം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പിന്നീട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോസ്ഫറസ്, കാൽസ്യം, എല്ലിനും പല്ലിനും സ്ട്രെങ്ത് കൊടുക്കുന്ന ഫോസ്ഫറസും കാൽസ്യവും അതുകൊണ്ട് തന്നെ മാക്രോ ക്വാണ്ടിറ്റീസിൽ തന്നെ നമുക്ക് വേണ്ട വസ്തുതയാണെന്ന് പിടികിട്ടി. പക്ഷേ മഗ്നീഷ്യം, സൾഫറൊന്നും അങ്ങനെ നമ്മൾ കേട്ടിരിക്കുന്നതല്ല. അത്ര കണ്ട് മേജറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു വെക്കുക, മഗ്നീഷ്യം, സൾഫറും അത്തരത്തിലാണ്. ട്രേസ് മിനറൽസിൽ നമുക്ക് ഈ അയണും അയഡിനും ഒക്കെ നമുക്ക് തോന്നുന്നത് മേജറായിട്ട് വേണ്ടതാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ടതൊക്കെ തന്നെയാണ്, പക്ഷേ അവരുടെ അളവ് ഒരുപാട് വേണ്ട എന്നുള്ളത് സാരം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധ ചെലുത്തുക. അയൺ, കോപ്പർ, സിങ്ക്, സെലേനിയം, അയഡിൻ, ക്രോമിയം, ഫ്ലൂറൈഡ്, മഗ്നീസ്, മൊളിബ്ഡിനം ഒക്കെ ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ മിനറൽസിൽ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം വിശദമായിട്ട്. Calcium is a vital alkaline earth metal and the most abundant mineral in the human body. ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിൽ കാണുന്ന ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്, മിനറൽ ഏത്? ചോദ്യം. ഉത്തരം കാൽസ്യമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. While 99% of calcium is stored in the bones and teeth to provide structure, the remaining 1% plays a crucial role in blood clotting, muscle contraction and nervous signaling. കാൽസ്യത്തിൻ്റെ 99% അസ്ഥിയുടെയും പല്ലിൻ്റെയും സ്ഥിരതയ്ക്കും സ്ട്രെങ്തിനും വേണ്ടിയിട്ടാണ് വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ അവശേഷിക്കുന്ന 1% എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ മസിൽ കോൺട്രാക്ഷൻസിനും ഇലോങ്ങേഷൻസിനും വേണ്ടിയിട്ട്, ന്യൂറോൺസിനെ ഫയർ ചെയ്യുന്നതിന്, അതായത് നെർവുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, സിഗ്നലുകൾ കൊടുക്കുന്നതിന് മറ്റുമൊക്കെ എന്ന രീതിയിൽ വിനിയോഗിക്കാറുണ്ട് കാൽസ്യത്തെ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് നോക്കിയാൽ ഒന്ന് ബോൺ മിനറലൈസേഷൻ ആണ്. നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ഫോംസ് ദ പ്രൈമറി സ്ട്രക്ചറൽ കോമ്പോണൻറ്റ് ഓഫ് എ സ്കെലറ്റൻ ഇൻ ദ ഫോം ഓഫ് ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ്. ഈ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് ഈ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് സ്കെലറ്റൻസിൻ്റെ അല്ലെങ്കിൽ ബോൺ ഫോം ചെയ്യുന്നതിന് കാരണക്കാരനാകുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ. അപ്പോൾ പേര് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. ആഴത്തിലെന്ന രീതിയിൽ ചോദ്യം വന്നാൽ മാത്രമാണ് ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസിനെ പറ്റിയിട്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല ഡെപ്തിലൊക്കെ ഉള്ള ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ബോൺ മിനറലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിന് കാൽസ്യം അനിവാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാവുന്നതും ബോണും അതുപോലെ ടീത്തുമായിട്ട് ബന്ധപ്പെട്ട കാൽസ്യത്തിൻ്റെ ആവശ്യകതയാണ്. എന്നാൽ മറ്റു ചില ആവശ്യങ്ങളും ഉണ്ട് അവനെ. അതാണ് ഈ സെൽ സിഗ്നലിംഗ് എന്ന് പറയാം. ആക്ട് ആസ് എ സെക്കൻഡ് മെസ്സഞ്ചർ ഇൻ മെനി ബയോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ ശരീരത്തിലെ പല സിഗ്നൽ സെൻഡിങ് പ്രോസസ്സുകളിലും ഒരു മെസ്സഞ്ചറായിട്ട് സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ടിങ് ഏജൻ്റായിട്ട് കാൽസ്യം മാറാറുണ്ട്. അതുപോലെ ബ്ലഡ് കൊയാഗുലേഷൻ പറയാം, ബ്ലഡ് ക്ലോട്ടിങ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാൽസ്യം അയോൺസ് ഫാക്ടർ 4 ബ്ലഡ് ക്ലോട്ടിങ് കാസ്കേഡിൽ ഒരു ഫാക്ടർ 4 എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിനെ
കോമ്പോണൻറ്റിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു അയോണിക് കോമ്പോസിഷനാണ് കാൽസ്യം അയോൺസ് Ca2+ എന്ന് പറയുന്നത്. അപ്പോൾ Ca2+ൻ്റെ പ്രസൻസ് ആവശ്യത്തിന് ബ്ലഡിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിങ്ങിനും അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നുള്ളത് മസിൽ കോൺട്രാക്ഷനാണ്. ഇറ്റ് ട്രിഗേഴ്സ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ഇൻ മസിൽ ഫൈബേഴ്സ്. നമുക്കറിയാം, നമ്മൾ മസിൽസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് മസിൽ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന മസിൽ എടുക്കുന്ന സമയത്ത് മസിലിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കാണുന്ന 2 പ്രോട്ടീൻസ്, മസിൽ പ്രോട്ടീൻ എന്നോ മസിൽ ഫൈബേഴ്സ് എന്നോ അറിയപ്പെടുന്ന 2 പേരാണ് ആക്റ്റിനും മയോസിനും. ഇത് രണ്ടും 2 ഫൈബേഴ്സാണ്. ഫൈബേഴ്സായിട്ടാണ് നമ്മൾ പറയാം, മസിൽ ഫൈബേഴ്സ് എന്നാണ് പറയുക, ആക്റ്റിനും മയോസിൻ ഫിലമെൻറ്റ്സും. അപ്പോൾ ആക്റ്റിനും മയോസിനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നതിന്, ഇവർ രണ്ടുപേരും പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് മസിൽ പ്രോപ്പറായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിനും എലോങ്ങേറ്റ് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുക. മസിൽസിനിടയിൽ ആക്റ്റിൻ ഏറ്റവും ബേസിക് കോമ്പോണൻറ്റ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്റ്റിനും മയോസിനുമാണ്. അതാണ് അവർ കൂടിച്ചേർന്നാണ് ഈ മസിൽ ടിഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആക്റ്റിൻ മയോസിൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും മസിൽ ടിഷ്യൂ എൻറ്റയർലി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവന്മാരുടെ ഇൻട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നതിന് എനിക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യകത കൂടിയേ തീരൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡെഫിഷ്യൻസി സിൻഡ്രംസ് കാൽസ്യത്തിൻ്റേത് സ്വാഭാവികമായിട്ടും ഈ എല്ല് സംബന്ധമായും പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുമാണ്. എ ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ് ഈസ് നോൺ ആസ് ഹൈപ്പോകാൽസീമിയ. അപ്പോൾ എന്താണ് ഹൈപ്പോകാൽസീമിയ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. വാട്ട് ഈസ് ഹൈപ്പോകാൽസീമിയ? നമുക്കറിയാമല്ലോ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലൈസ് ചെയ്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലും, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവും എന്നാണ് അർത്ഥം. അപ്പോൾ ഹൈപ്പർ കാൽസീമിയ എന്ന് എഴുതിയിരിക്കുന്നത്. കാൽസീമിയ എന്ന് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് എന്ന് കണക്കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ജനറൽ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഇത് ഹൈപ്പോ കാൽസീമിയയാണ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അളവിലെ കുറവ് എന്ന് കണക്ക് കൂട്ടാം. ഹൈപ്പോ കാൽസീമിയ. A long-term dietary deficiency or poor absorption of calcium leads to various skeletal and neuromuscular conditions. കാരണം നെർവ് സിഗ്നലിങ്ങിനും മസ്കുലാർ കോൺട്രാക്ഷൻസിനും ഒക്കെ കാൽസ്യം പ്ലേ ചെയ്യുന്നുണ്ട് റോളിൽ. പ്രൈമറി റോൾ ഈസ് ഓൺ മെയിൻ്റനൻസ് ഓഫ് ദി സ്കെലിറ്റൽ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ സ്കെലിറ്റൽ ഡിഫോമിറ്റീസ് ആണ് വളരെ കോമൺ ആയിട്ട് അനുഭവപ്പെടുക. അതിലൊന്ന് കുഞ്ഞുങ്ങളിലൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു ഡെഫിഷ്യൻസി സിൻഡ്രമാണ് റിക്കറ്റ്സ് എന്ന് പറയും. Occurring in growing children, and this involves the failure of osteoid tissue to calcify. Osteoid tissue എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺ ടിഷ്യൂസ്. അപ്പോൾ ബോൺ ടിഷ്യൂസിന് കാൽസിഫിക്കേഷൻ ചെയ്യാൻ പറ്റാണ്ട്, കാൽസ്യത്തിൻ്റെ കോട്ടിങ് കൊണ്ടുവരാൻ പറ്റാണ്ട് വന്നിട്ട് ബോൺസും മറ്റുമൊക്കെ സോഫ്റ്റായിട്ട് വീക്കായി പോയിട്ട് ബോണൊക്കെ ബെൻഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ കാല് നോക്കിയാൽ അറിയാം, ബൗഡ് ലെഗ്സ് എന്ന് പറയുന്ന രീതിയിൽ ഈ വില്ല് പോലെ വളഞ്ഞ കാല് എന്നൊക്കെ നമ്മൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗിന്നസ് പക്രു ഒക്കെ ആയിട്ടുള്ളൊരു എന്തായിരുന്നു അതിൻ്റെ പേര്, അത്ഭുത ദ്വീപ് സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, നിന്നെ നേരിടാൻ എനിക്ക് വില്ല് പോലെ വളഞ്ഞ കാലും ഈ എത്ര കുറഞ്ഞ ഉയരവും ഒക്കെ തന്നെ ധാരാളം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെല്ലുവിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വില്ല് പോലെ വളഞ്ഞ കാല് എന്നൊരു പരാമർശമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏകദേശം ആ ഒരു സാഹചര്യം പോലെ രീതിയിൽ വളഞ്ഞു നിൽക്കുന്ന പോലുള്ളൊരു കാലിൻ്റെ പ്രതീതി. കാരണം ബോൺ ബെൻഡ് ചെയ്യപ്പെടുകയും ബോൺ വീക്കൻ ചെയ്യപ്പെടുന്ന ബോണിന് ലോഡ്, ശരീരത്തിൻ്റെ ലോഡ് കയറുന്ന സമയത്തുണ്ടാകുന്ന ബെൻഡിങ് പോലെ എന്ന രീതിയിൽ തോന്നിക്കുന്ന ബെൻഡിങ് ഒക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാണാൻ പറ്റും. പിന്നെ ബൗഡ് ലെഗ്സ് എന്നാണ് പറയുക, ബൗഡ് ലെഗ്സ് എന്ന് പറയും. അതുപോലെ വൈഡായിട്ടുള്ള ആംഗിൾസ്, മസിൽസ് വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ ഇംപ്രോപ്പർ കോൺട്രാക്ഷൻസ് ഓഫ് മസിൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മസിൽ വീക്കായിരിക്കും, വളരെയധികം സ്ട്രോങ് മസിൽസ് ഉള്ളൊരു ബോഡി ആയിരിക്കില്ല. പിന്നുള്ളത് യൂഷ്വലി ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും, പല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, ഇനാമൽ ഷേപ്പിങ്ങിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലുള്ളവയെല്ലാം നേരിടും റിക്കറ്റ്സ് വരുന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വായിക്കാം. ഒക്കറിങ് ഇൻ ഗ്രോയിങ് ചിൽഡ്രൻ ദിസ് ഇൻവോൾവ്സ് ദ ഫെയിലിയർ ഓഫ് ദി ഓസ്റ്റിയോയിഡ് ടിഷ്യൂ ടു കാൽസിഫൈ. സിംറ്റംസ് സോഫ്റ്റ് വീക്ക് ബോൺസ്, ബൗ ലെഗ്സ്, നോക്ക് നീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡനായിട്ടുള്ള നീസ്, പിജിയൻ ചെസ്റ്റ്, ഡിഫോമിറ്റി ഒക്കെയാണ് കാണുക എന്നുള്ളതാണ്. കോസസ് എന്ന് പറഞ്ഞാൽ ഓഫൺ ലിങ്ക്ഡ് ടു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വിച്ച് ഇസ് നെസസറി ഫോർ കാൽസ്യം അബ്സോർപ്ഷൻ. കാരണം നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടീഷൻസിനോടൊപ്പം പഠിച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റമിൻസ് പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, റിക്കറ്റ്സ് അവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് വൈറ്റമിൻ ഡി ഈസ് എസെൻഷ്യൽ ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം, പർട്ടിക്കുലർലി കാൽസ്യം ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ടില്ലെങ്കിലോ ഒക്കെ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കത്തില്ല. അങ്ങനെ വരുമ്പോഴും ഈ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ,
2 ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. അത് അഡൽട്സിലുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ. റിക്കറ്റ്സ് കുഞ്ഞുങ്ങളിലാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഇപ്പോൾ 2 ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യയും റിമെയിൻസ് സെയിം. ഏറെക്കുറെ നമ്മൾ ഈ റിക്കറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അതോടെ ഡിഫറൻസസ് റിക്കറ്റ്സ് കുഞ്ഞുങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അഡൽട്ട് റിക്കറ്റ്സ് എന്നാണ് അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോമലേഷ്യ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദ്യം വരാം, അഡൽട്ട് റിക്കറ്റ്സ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏത്? ഓസ്റ്റിയോമലേഷ്യയാണ്. ഓസ്റ്റിയോമലേഷ്യയാണ്. സെയിം കണ്ടീഷൻസ് അപ്ലൈ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ തന്നെയാണ് ഇവിടെയും ഇഷ്യൂ ആയിട്ട് വരാം. ദിസ് ഇൻവോൾവ്സ് ദ സോഫ്റ്റനിങ് ഓഫ് ബോൺസ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് മിനറലൈസേഷൻ ഓഫ് ദ ബോൺ മാട്രിക്സ്. ബോൺ മാട്രിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിൽ വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ പ്രോപ്പർ ബോൺ സ്ട്രെങ്തോ ബോൺ ഡെൻസിറ്റിയോ അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് ബോൺ വീക്കണായി പോകുന്ന സിറ്റുവേഷനാണ് പെർസിസ്റ്റൻറ്റ് ബോൺ പെയിൻ, മസിൽ വീക്ക്നെസ് ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഫ്രാക്ചേഴ്സ്. ചെറിയ രോഗാവസ്ഥകളിൽ ചെറിയ തട്ടവും മുട്ടവും ഒക്കെ പറ്റുമ്പോൾ ബോൺ ഫ്രാക്ചറായി പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന മറ്റൊരു അസുഖമുണ്ട്, ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ളൊരു രോഗാവസ്ഥയാണ്. അങ്ങനെ അത് ജനിതക രോഗാവസ്ഥയായിട്ടും പറയുന്നതാണ്. കുഞ്ഞുങ്ങളിൽ പോലും ജനിക്കുമ്പോൾ പോലും പല സാഹചര്യങ്ങളിലും ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥയോടുകൂടി കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. അതേ രോഗാവസ്ഥ കൊണ്ട് ജീവിതാവസാനം വരെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കും ഓസ്റ്റിയോപോറോസിസ്. നമുക്കറിയാലോ, ബോണിന് ഈ എല്ലിന് എന്തെങ്കിലും ചെറിയ പൊട്ടലോ തട്ടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന അതിഭീമമാണ് അല്ലേ? മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ അടിപൊളി എന്നിപ്പോൾ നമ്മളൊരു ഔട്ട് ഓഫ് 1 to 10 പെയിൻ എങ്ങനെ റേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏകദേശം 8 or 9 ഒക്കെ പോലും റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ബോണ്. പ്രത്യേകിച്ച് ബോൺ പൊട്ടുമ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവുമായിരിക്കും. കാലിനോ കൈക്കോ ഒക്കെ ഉള്ള ഈ എല്ലുകൾക്ക് പൊട്ടൽ അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന വേദന, അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വർഷത്തിലോ അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിൽ ഇതുവരെ ഒരു തവണയോ മറ്റോ ചിലപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഫേസ് ചെയ്തിട്ടുള്ള നിങ്ങൾ ബ്രിട്ടിൽ ബോൺ ഡിസീസ് പോലൊരു രോഗാവസ്ഥയുമായിട്ട് എല്ല് എപ്പോൾ തട്ടിയാലും പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിലുള്ള ഒരു രോഗാവസ്ഥയോട് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു ആളുടെ, ഒരു മനുഷ്യജീവിൻ്റെ ഒരു വേദനയുടെ ഒരു അളവ് പോലും നിങ്ങൾ നോക്കിയേ, മനസ്സിലായില്ലേ? അപ്പോൾ എത്രത്തോളം അസഹനീയമായ കണ്ടീഷൻസിലൂടെ ജീവിക്കുന്നവരുണ്ട് ഈ ലോകത്തെന്നുള്ളത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു സൂചനയാണ്. ആ സമയത്ത് നമ്മളോട് തന്നെ ദൈവത്തോടും നന്ദി പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തോ ഒരു ലക്ഷറിയിലാണെന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാവും അല്ലേ? എന്തോരം രോഗാവസ്ഥകളുണ്ട്. അതൊന്നും തരാണ്ട് നിങ്ങളെ പ്രോപ്പറായിട്ട് നിൽക്കുന്നതിനും നടക്കുന്നതിനും പഠിക്കുന്നതിനും കാഴ്ചയ്ക്കുമൊക്കെ പ്രോപ്പറാക്കി നിങ്ങൾ ജീവിക്കുന്നുണ്ട്. ജീവിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ജീവിച്ചോണം. എന്നിട്ട് കിട്ടാത്തതിനെ പറ്റി പരാതി പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? സർക്കാർ ജോലി ഇല്ല എന്ന രീതിയിൽ സങ്കടപ്പെടുന്ന കുട്ടികൾ സങ്കടപ്പെടരുത്. അതിന് എന്താ പറയുക, അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ അതിൽ നിന്ന് വ്യത്യസ്തരാക്കിയ ആ കാര്യം ദൈവത്തിന് സാധിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ട് എവർ വി ഹാവ്, നമുക്ക് ഉള്ളതിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരാണ് ഈ പ്രകൃതിയോട് എന്നുള്ളതാണ് നമ്മുടെ വാസ്തവം. ഓക്കെ, ശരി. അപ്പോൾ പറഞ്ഞു വന്നത് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് റിക്കറ്റ്സ് ഇൻ അഡൽട്സ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ്. പിന്നെ ഓസ്റ്റിയോപോറോസിസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിറ്റുവേഷനാണ് ഓസ്റ്റിയോപോറോസിസ്. വെരി ലിമിറ്റഡ് എന്താ പറയുക ബോൺ ഡെൻസിറ്റിയാണ്. കണ്ടോ, ഹെൽത്തി ബോണിൻ്റെ ബോൺ ഡെൻസിറ്റിയും ഒരു ഓസ്റ്റിയോപോറോസിസ് ബാധിച്ചയാളുടെ ബോൺ ഡെൻസിറ്റി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എ മെറ്റബോളിക് ബോൺ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ബോൺ മാസ് ആൻഡ് മൈക്രോ ആർക്കിടെക്ചറൽ ഡിറ്റീറിയോറേഷൻ ഓഫ് ബോൺ ടിഷ്യൂ. ബോൺ ടിഷ്യൂ നശിച്ചു പോകുന്ന സിറ്റുവേഷനിൽ, ബോൺ മാസ് തീരെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന സിറ്റുവേഷൻ. The bones become porous and brittle, making them highly susceptible to fractures, especially in the hip, spine and wrist. അങ്ങനെ ഇന്ന ഏരിയയിൽ മാത്രം എന്നൊന്നുമില്ല. പാർട്ടിക്കുലർലി നമ്മുടെ ഹിപ്പ്, ഇടുപ്പ്, അതുപോലെ സ്പൈൻ, നട്ടല്, റിസ്റ്റ്, കൈകാൽ കുഴകളിലും മറ്റുമൊക്കെ പെട്ടെന്ന്, കാരണം ഈ കുഴകളെന്ന് പറയുമ്പോൾ ജോയിൻറ്റുകൾ വരുന്ന സ്ഥലങ്ങളാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പൈൻ, ഇഷ്ടംമാതിരി ജോയിൻറ്റുകളുള്ളതാണ് സ്പൈൻ. ഹിപ്പ് അതുപോലെ ജോയിൻറ്റുകൾ വരുന്ന ഏരിയാസാണ്. അപ്പോൾ ഈ ജോയിൻറ്റുകളൊക്കെ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നതിൽ ചെറിയ ഡീഫോമിറ്റി, ചെറിയ അനക്കം തട്ടിയാൽ പോലും പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനിലേക്ക്, എല്ല് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനിലേക്ക് പോയി അതിഭീകരമായിട്ടുള്ള വേദന അനുഭവപ്പെടേണ്ടി വരുന്ന രോഗാവസ്ഥയാണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കണം ഈ ആൾക്കാർ. നമ്മളൊക്കെ കെയർലെസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, പെട്ടെന്ന് ചാടിക്കേറിയിരിക്കുന്നുണ്ട്, ബസ്സിൽ ഓടിക്കേറുന്നുണ്ട്, ബൈക്കിൽ ചാടിയിരിക്കുന്നുണ്ട്, ഗട്ടറിലൊക്കെ സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. ദേ കൻ നോട്ട്. ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ചവർക്ക് ഇതെല്ലാം ലക്ഷറിയാണ്. ഒന്ന് ഓടിപ്പോയി ഒരാളുടെ അടുത്തേക്ക്
എത്തുക. അമ്മയും അച്ഛനെയും കാണുമ്പോൾ ഓടിച്ചെല്ലുക അടുത്തേക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് ലക്ഷറിയാണ്. ഈ ഓടിച്ചെല്ലുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു പ്രഷർ കൂടുതൽ ആ കാലിൻ്റെ റെസ്റ്റിലേക്ക് എത്തിയാൽ എല്ല് പൊട്ടിപ്പോവും. ഒന്ന് എണീറ്റ് കാര്യമായിട്ടൊരു ബ്രിസ്ക് വാക്ക് ചെയ്യാൻ അവരുടെ സ്വപ്നമാണ് അതൊക്കെ. അപ്പോൾ അതാണ് ഈ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ഇൻ പോസ്റ്റ് മെനോപോസൽ വിമൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഈസ്ട്രജൻ ലെവൽസ്. കൂടുതൽ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ, പോസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിലാണ്, പ്രത്യേകിച്ച് പോസ്റ്റ് മെനോപോസ് വിമൻസിലാണ്. ഈ ഈസ്ട്രജൻ ലെവൽസൊക്കെ ഒരുപാട് കുറയുമ്പോൾ, നിങ്ങൾ ഈ വിമൻസ് ഹോർലിക്സിൻ്റെയൊക്കെ പരസ്യം കേട്ടിട്ടുണ്ടാകും. പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബോൺ സ്ട്രെങ്ത് കുറയും, ബോൺ ഡെൻസിറ്റി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യം കാണിച്ചിട്ട് കുറേ പഞ്ചസാര കഴിക്കാൻ വേണ്ടി നിങ്ങളെ നിർബന്ധിക്കാറൊക്കെയുണ്ട്. അതായത് ഹോർലിക്സ് വാങ്ങിച്ച് കഴിക്കാൻ നിർബന്ധിക്കും. അതിനകത്തുനിന്ന് വേറൊന്നും കിട്ടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ പഞ്ചസാര മാത്രമല്ലേ. എനി ഹൗ, അവർ പറയുന്നതിൽ ഒരു കാര്യം വാസ്തവമാണ്. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയാം. പ്രത്യേകിച്ച് മെനോപോസൽ വിമൻ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് കഴിഞ്ഞ് വരുന്ന സ്ത്രീകളിലൊക്കെ ഈസ്ട്രജൻ ലെവൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നൊക്കെ പറയുന്ന ഹോർമോണൽ സെക്രീഷൻസ് വളരെയധികം ലിമിറ്റഡ് ആവും. ഈസ്ട്രജൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻസ് ടു മെയിൻറ്റെയിൻ ദെയർ ബോൺ സ്ട്രെങ്ത്. അത് കുറയും. അത് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതുവരെ ഉണ്ടായിരുന്ന ബോൺ മെയിൻ്റനൻസ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ബോൺ ഡെൻസിറ്റീസ് കുറയാനും സിറ്റുവേഷൻസ് ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണാനുണ്ട്. അപ്പോൾ വയസ്സാകുമ്പോൾ ഇതെല്ലാവരിലും ഉള്ള കാര്യമല്ല പറയുന്നത്. ദർ ഇസ് എ ചാൻസ്, മോർ ചാൻസ് ഓർ ഇൻക്രീസ്ഡ് ചാൻസ് ആരിലാണ്? സ്ത്രീകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ടെറ്റനി, എ കണ്ടീഷൻ മാർക്ക്ഡ് ബൈ ഇൻ്റർമിറ്റൻ്റ് മസ്കുലാർ സ്പാസംസ് കോസ്ഡ് ബൈ ഇൻക്രീസ്ഡ് ന്യൂറോമസ്കുലാർ എക്സൈറ്റബിലിറ്റി. അതായത് നമ്മൾ പറഞ്ഞല്ലോ, കാൽസ്യം ഈ മസ്കുലാർ കോൺട്രാക്ഷൻസിനെ ബാധിക്കുന്നതാണ്. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള മസ്കുലാർ സ്പാസംസ് എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ഷൻസും മറ്റുമൊക്കെയാണ് വരിക. നമ്മുടെ കൺട്രോളിലില്ലാതെ ഏകദേശം ഇൻവോളണ്ടറി ഒക്കെ പോലെ നമ്മുടെ മസിൽസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കോൺട്രാക്ട് ചെയ്തുകൊണ്ടും മറ്റുമൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനാണ്. ഈ ന്യൂറോ മസ്കുലാർ ആക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാണ്ട് മസ്കുലാർ കോൺട്രാക്ഷൻസ് നമ്മുടെ ശരീരഭാഗങ്ങൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് കയ്യോ കാലോ ഒക്കെ നേരിടേണ്ടി വരും. ഷാർപ്പ് ഫ്ലെക്ഷൻ ഓഫ് ദ റിസ്റ്റ് ആൻഡ് ആംഗിൾ ജോയിൻറ്റ്സ്, കാർപ്പോപെഡൽ സ്പാസംസ് എന്നാണ് അതിനെ വിളിക്കുക. എന്തായാലും നമ്മുടെ കയ്യിലെയോ കാലിലെയോ ഒക്കെയുള്ള റിസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നിടത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റിങ്ങുകളൊക്കെ നമ്മുടെ റിസ്റ്റും കാലിലെയും കയ്യിലേക്ക് റിസ്റ്റൊക്കെ ഉണ്ടാക്കുക. മസിൽ ട്വിച്ചിങ്, ഇങ്ങനെ മസിൽ ഈ ഫ്ലെക്സ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ ക്രാംസും അതുപോലെ തന്നെയാണ്. മസിൽ ചുരുങ്ങുന്ന അവസ്ഥയെയാണ് ക്രാമ്പുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ടെറ്റനിയുടെ സിംറ്റംസ് എന്ന് പറയുക. ക്ലിനിക്കൽ സയൻസ്, ട്വിച്ചിങ് ഓഫ് ഫേഷ്യൽ മസിൽസ് വെൻ ദ ഫേഷ്യൽ നെർവ് ഇസ് ടാപ്ഡ്. ഫേഷ്യൽ നെർവ് ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തിലൂടെ പോകുന്ന നെർവുകൾ, ആ നെർവ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ മസിൽസ് മൊത്തത്തിലൊന്ന് ട്വിച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ ഷോസ്റ്റെക്സ് സൈൻ എന്നാണ് അതിനെ വിളിക്കുക. അത് ഒരു ക്ലിനിക്കൽ സൈനാണ്, ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സൈനാണ്. അതുപോലെ ട്രോസിയോ സൈൻ ഉണ്ട്. കാർപ്പൽ സ്പാസംസ് ഇൻഡ്യൂസ്ഡ് ബൈ ഇൻഫ്ലേറ്റിംഗ് എ ബ്ലഡ് പ്രഷർ കഫ്. ബ്ലഡ് പ്രഷർ കഫ് ചെയ്യുന്ന സമയം നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലേ, ആ സമയത്തുണ്ടാകുന്ന ഈ സ്പാസംസ് മീൻസ് ഈ കോൺട്രാക്ഷൻസ്, മസ്കുലർ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒക്കെ നോക്കിയിട്ടാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാൽസ്യം റെഗുലേഷൻ ഇൻ ദ ബോഡി. ബോഡിയിലെ കാൽസ്യം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞല്ലോ, കാൽസ്യം ഒരു മാക്രോ മിനറലാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ കുറഞ്ഞു പോയാൽ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, കൂടിപ്പോയാൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനെയാണ് ബാലൻസിങ് ഓഫ് കാൽസ്യം എന്ന് പറയുക. 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഈ കാൽസ്യം ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, പാരാതൈറോയിഡ് ഹോർമോൺ, നമുക്കറിയാം PTH. ഇൻക്രീസ്ഡ് ബ്ലഡ് കാൽസ്യം ഈസ് സ്റ്റിമുലേറ്റിംഗ് ബോൺ റിസപ്ഷൻ അല്ലെങ്കിൽ റിലീസിങ് കാൽസ്യം ഫ്രം ദ ബോഡി. ഓക്കെ, അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ബോണിലേക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് റിലീസ് ചെയ്യുന്ന സിറ്റുവേഷൻസിലോട്ട് പോകുന്നു പാരാതൈറോയിഡ് ഹോർമോൺ. പിന്നെ ഉള്ളത് കാൽസിറ്റോണിനാണ്. തൈറോയിഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിൻ, ഇറ്റ് ലോവേഴ്സ് ദ ബ്ലഡ് കാൽസ്യം ലെവൽസ് ബൈ പ്രൊമോട്ടിംഗ് ബോൺ ഡെപ്പോസിഷൻ. ബോൺ ഡെപ്പോസിഷൻ പ്രൊമോട്ട് ചെയ്ത് ബ്ലഡിലെ കാൽസ്യം ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഈ പറയുന്ന പിന്നെന്താ പറയുക കാൽസിറ്റോണിനാണ്. പിന്നുള്ളത് വൈറ്റമിൻ ഡി ആണ്, അല്ലെങ്കിൽ കാസിട്രിയോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഡി. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ദി ഇൻറ്റസ്റ്റൈൻസിൽ നിന്ന് ആവശ്യത്തിനുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി. അപ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ PTH ഉം അതുപോലെ കാൽസിറ്റോണിനും പിന്നെ വൈറ്റമിൻ ഡിയും, ഈ 3 കോമ്പോണൻറ്റുകൾ ചേർന്നിട്ടാണ് നമ്മുടെ കാൽസ്യം ലെവൽസ് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാൽസ്യത്തിൻ്റെ സോഴ്സസ് എന്താണ്? ഡയറി, എന്താ പറയുക, ഭക്ഷണങ്ങൾ,
മിൽക്ക്, ചീസ്, യോഗട്ടൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, സ്പിനാച്ച്, കെയില്, ബ്രിക്കോളി ഒക്കെ പോലുള്ളവ. ഇപ്പോൾ ക്യാബേജൊക്കെ കഴിക്കുന്നതിലൊക്കെ ഒരുപാട് പോയ്സണസ് ആണ്, ക്യാബേജൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സ്പിനാച്ചും അതുപോലെ കീര, മുരിങ്ങയിലൊക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ മുരിങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമടിച്ച് കിട്ടുന്ന സാധനമല്ല, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിരിക്കുന്ന വീട്ടിൻ്റെ പറമ്പുകളിലും മറ്റുമൊക്കെ ഉള്ള ഇലയാണ്. അതൊക്കെ കഴിക്കുന്നത് ഈ പറയുന്ന റിച്ച് സോഴ്സസ് ഓഫ് കാൽസ്യമാണ്. പിന്നെ ഉള്ളത് സോയാ മിൽക്ക്, ഓറഞ്ച് ജ്യൂസ്, സെറിയൽസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കിട്ടും. പിന്നെ സാർഡീൻസ്, ആൻകോവൈൻസ്, അതായത് ഈ നത്തൂലി മീൻ, അതുപോലെ ചാള മീനൊക്കെ ഇല്ലേ, ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയുന്ന രണ്ടും ഒരുപോലെയാണ്. സാർഡീൻസ് ചാളയാണ്. ചാളയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലോടുകൂടി കഴിച്ചാൽ വളരെ ചെറിയ ചാളയാണെന്നുണ്ടെങ്കിൽ ചാള അതുപോലെ വറുത്ത് എല്ലോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ സുഖമായിട്ടങ്ങ് വറുത്ത എല്ല് കുറച്ചുകൂടി ബ്രിട്ടിലാണ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റും. മറ്റേത് കറിയായിട്ട് വെച്ചതിനെ അത്ര പെട്ടെന്ന് എല്ല് കഴിക്കും, മീൻസ് മുള്ള് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മുള്ളോടുകൂടി, ഇപ്പം നത്തോലിക്ക് നമുക്ക് മുള്ളോടുകൂടി കഴിക്കണില്ലേ, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മുള്ളോടുകൂടി തന്നെ അങ്ങ് കഴിക്കുന്നത് ഈ കാൽസ്യം റിച്ച് ആകാനുള്ളൊരു പോസിബിലിറ്റി തരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കാൽസ്യം. രണ്ടാമത്തെയാണ് സോഡിയമാണ്. സോഡിയം ഈസ് ആൻ എസെൻഷ്യൽ മിനറൽ and a primary electrolyte required by the human body to maintain fluid balance, support nerve functions and facilitate muscle contraction. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്കകത്ത് വേണ്ട മിനറലുകളിലൊന്നാണ് സോഡിയം. സോഡിയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഡിയത്തിൻ്റെ എസെൻഷ്യൽ നെയിം നാട്രിയം എന്നാണ്, അതുകൊണ്ടാണ് എൻ എന്ന സിമ്പിൾ വന്നേക്കുന്നത്. എനിഹൗ, സോഡിയം ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന്, എത്ര ശരീരത്തിൽ ഉപ്പ് വേണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വേണം എന്നൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു കോമ്പോണൻ്റാണ് സോഡിയം. In the body, it is primarily found in extracellular fluids outside the cell, such as lymph and blood. ഇപ്പോൾ സെല്ലിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, നമ്മുടെ സെൽ മാട്രിക്സിനകത്ത് സെല്ലുലാർ മാട്രിക്സ് ഉണ്ട്, സെല്ലിൽ ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷേ സോഡിയം എന്ന മിനറൽ കാണുന്നത് സെല്ലുലാർ മിനറലായിട്ടല്ല, അതൊരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനോടൊപ്പമാണ് കാണുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോഡിയം ഈസ് എ മിനറൽ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്കത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ അറിയണം. അത്രയേ വേണ്ടൂ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് സോഡിയത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചോദിക്കുക എന്ന് പറയുന്നത്. സോഡിയം ഈസ് ഫൗണ്ട് ഇൻ ദി ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഓഫ് ഹ്യൂമൻ ബോഡി എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. സോഡിയം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലാണ് കാണുക. എവിടെ? ലൈക്ക് ബ്ലഡ് ആൻഡ് ലിംഫ്. സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലല്ലോ ബ്ലഡും ലിംഫും, അത് പുറത്തുള്ളതാണ്, സെല്ലിന് പുറത്തുള്ളതാണ് ബ്ലഡും ലിംഫും ഒക്കെ. അപ്പോൾ അതിലാണ് സോഡിയം കാണുക. എന്താ ഫങ്ഷൻസ്? ഒന്ന്, ഇറ്റ് വർക്ക്സ് അലോങ് സൈഡ് പൊട്ടാസ്യം to regulate the movement of water in and out of cells, maintaining proper blood volume and pressure. ശരീരത്തിൽ ബ്ലഡ് പ്രഷറും ബ്ലഡ് വോളിയവും മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? ശരീരത്തിൽ സെൽസിനകത്ത് നിന്ന് വാട്ടറിനെ പുറത്തേക്കും അകത്തേക്കും മൂവ് ചെയ്തുകൊണ്ട് ഈ വാട്ടർ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് പ്രഷർ മെയിൻ്റനൻസിന് സോഡിയം സഹായിക്കും. 2, നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനാണ്. കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ സോഡിയം അയോൺസ് ആർ ക്രിട്ടിക്കൽ ഫോർ ദി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ദാറ്റ് അലൗ ന്യൂറോൺസ് ടു കമ്മ്യൂണിക്കേറ്റ്. നെർവ് സെല്ലുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായൊരു ഇലക്ട്രോലൈറ്റായിട്ട് ഈ സോഡിയം അയോൺസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് മസിൽ കോൺട്രാക്ഷൻ. എഗെയിൻ കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മസിൽ കോൺട്രാക്ഷൻസിന് റിലാക്സേഷനും ഒക്കെ സഹായിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നതിന് സോഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുന്നുണ്ട്. ദെൻ കംസ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. Sodium plays a role in the active transport of other nutrients like glucose, amino acid പോലുള്ള ന്യൂട്രിയൻറ്റുകളെ സെൽ മെംബ്രെയിനുകൾക്ക് അക്രോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പറയുന്ന ഓസ്മോസിസ് പോലുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ്. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയുള്ള ഗ്രേഡിയൻ്റ് ഡിഫറൻസിലുള്ള ഒരു ട്രാൻസ്ഫറാണ്. പക്ഷേ ആ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് ഈ സോഡിയം ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ഉണ്ടാവുകയും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഈ മിനറൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ആണ് എസെൻഷ്യലി ഈ ട്രാൻസ്മിഷൻ നടത്തുന്നത്. പക്ഷേ ആ ഡിഫറൻസ് ഉണ്ടാക്കുന്ന ആരാണ്? സോഡിയമാണ്. എന്നുള്ളത് കൊണ്ട് സോഡിയത്തിന് എന്തിൻ്റെ ഒരു റോളും ഉണ്ടെന്ന് പറയാം. ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ സെല്ലുകളിൽ നടക്കുന്നതിനും ഒരു റോളുണ്ട്, അല്ലെങ്കിൽ സെൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിന്, അല്ലെങ്കിൽ സെൽ ടു സെൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിന് ഒരു റോളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോഡിയം ഡെഫിഷ്യൻസി, ഹൈപ്പോ നാട്രീമിയ. കാരണം നാട്രിയമാണ് സോഡിയത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നില്ലേ, നാട്രിയം. അതുകൊണ്ട് തന്നെ ഹൈപ്പോനാട്രീമിയ എന്താണ്? സോഡിയം ഡെഫിഷ്യൻസിയാണ്. സോഡിയം ഡെഫിഷ്യൻസി മെഡിക്കലി നോൺ ആസ് hyponatremia occurs when the concentration of sodium in the blood is abnormally low, that is typically 135 MEq per liter. ഓക്കെ, അപ്പം 135 മില്ലി ഇക്വലൻ്റ് പെർ ലിറ്ററിനേക്കാൾ കുറവാണ് നമ്മുടെ ബോഡി സോഡിയം ലെവൽ എന്നുണ്ടെങ്കിൽ 135 ആണ് മിനിമം വേണ്ടത്. 135ലും താഴെയാണെങ്കിൽ
പിന്നെ ഹൈപ്പോ നാട്രിയം എന്ന സിറ്റുവേഷനെയാണ് കണക്ക് കൂട്ടുക. ഇറ്റ് ഈസ് റയർലി കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് സോൾട്ട് ഇൻ ദ ഡയറ്റ്. ഇൻസ്റ്റെഡ് ഇറ്റ് യൂഷ്വലി റിസൾട്ട്സ് ഫ്രം എക്സസീവ് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഡൈലൂട്ടിങ് ദ സോഡിയം. അതായത് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഇൻടേക്കിൽ സോഡിയം വല്ലാണ്ട് കുറയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുമല്ലോ, ഉപ്പ് ഒരുപാട് കഴിക്കരുത്, അത് കുഴപ്പമാണ്. നോർമലി നമ്മളിപ്പോൾ കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുമ്പോൾ അതിനോട് ഉപ്പ് കഴിക്കാറുണ്ട്, അച്ചാറ് കൂട്ടാറുണ്ട്, ഉപ്പിലിട്ട വസ്തുക്കൾ കഴിക്കാറുണ്ട്. ഉപ്പ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായൊരു മിനറൽ തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉപ്പ് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ വരും. ഇപ്പോൾ നമുക്ക് പ്രഷറൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒഴിവാക്കേണ്ടത്. പക്ഷേ എന്നിട്ടും ഉപ്പ് ഒരുപാട് ഒഴിവാക്കി കഴിക്കുന്ന സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള ഫ്ലൂയിഡ് റിട്ടൻഷൻ, ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ് റിട്ടൈൻ ചെയ്യും, ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ടേ നിൽക്കുന്ന, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ ഉള്ള സോഡിയത്തിൻ്റെ അളവിനേക്കാൾ ഒരുപാട് കൂടുതൽ വെള്ളം കയറുമ്പോൾ സോഡിയം ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരും. പിന്നുള്ളത് എക്സസീവ് ലോസ് ഓഫ് സോഡിയം ത്രൂ സ്വെറ്റ്, വൊമിറ്റിംഗ് ഓർ ഡയറിയ. വയറിളകി പോവുകയോ വോമിറ്റിംഗ്, ഛർദിൽ അനുഭവപ്പെടുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ സ്വെറ്റിംഗ്, വേണ്ടുവോളം ധാരാളം വിയർത്ത് പോകുന്ന സാഹചര്യമുള്ളപ്പോഴോ ഒക്കെ ശരീരത്തിലെ സോൾട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതാണ് വേർപ്പ് ഒരുപാട് കഴിയുമ്പോൾ നിങ്ങൾ വേർപ്പുണങ്ങിയ ഒരാളെ പോയി നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ദേഹം മുഴുവൻ ചെറിയ തരികളുണ്ടാവും. ഉപ്പാണത്. കാൽസ്യം സോഡിയം ക്രിസ്റ്റൽസ് ഫോർമേഷൻ കാണാനും പറ്റും. ഒരുപാട് വേർപ്പിനോടൊപ്പം എന്ത് പോകുന്നുണ്ട്? ഉപ്പും പോകുന്നുണ്ട്, സോൾട്ട് പോകുന്നുണ്ട്, സോഡിയം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സിറ്റുവേഷൻസിൽ ഏത് സിറ്റുവേഷൻസ് ഉണ്ടായാലും സോഡിയം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. Neurological symptoms, because the brain is highly sensitive to sodium levels, the most significant symptoms are neurological. When sodium levels drop, water enters the brain cells causing them to swell. അതിനെ സെറിബ്രൽ ഈഡിമ എന്ന് പറയും. നെർവ് സെല്ലുകൾ, ഇപ്പം സോഡിയം ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ടേം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്, ആ ഒരു ഗ്രേഡിയൻറ്റ്. യെസ്, ഒരു പ്രഷർ ഗ്രേഡിയൻറ്റിലാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന റോള് സോഡിയത്തിൻ്റേതാണ്. വെൻ ദിസ് ലെവൽ അല്ലെങ്കിൽ സോഡിയം ലെവൽസ് ആർ ആക്ച്വലി ബ്രോക്കൺ, ഈ പറയുന്ന മെയിൻ്റനൻസ് ഓഫ് ഗ്രേഡിയൻറ്റ് നടക്കാണ്ട് വരികയും പിന്നെ നമ്മുടെ നെർവ് സെല്ലുകളിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലെ സെല്ലുകളിലേക്ക് കൂടുതൽ ഫ്ലൂയിഡ് ഡെപ്പോസിഷൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും അത് സെല്ലുകളെ സ്വെൽ ചെയ്യിക്കുന്നതിനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സെറിബ്രൽ ഈഡിമ എന്ന് പറയുക. നെർവ് സെല്ലുകളിൽ നീര് കെട്ടുന്ന അവസ്ഥ വരും, സെറിബ്രൽ ഈഡിമ. പിന്നെ കൺഫ്യൂഷനും ലെത്താർജിയും ഒക്കെയാണ്. പേഷ്യൻസ് മേ എക്സ്പീരിയൻസ് ഡിസോറിയൻറ്റേഷൻ, മെൻ്റൽ ഫോഗിനെസ് ഓർ എക്സ്ട്രീം ഫെറ്റീഗ്. കാരണം ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസിൻ സോഡിയം ഇംബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ ഡിസോറിയൻറ്റേറ്റഡ് ആവും. അതായത് നമ്മുടെ മെമ്മറി ലോസ് ആവും, നമുക്കൊരു എന്താ പറയുക, കൺഫ്യൂഷൻസ് അറേസ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസും ന്യൂറോളജിക്കൽ ഫങ്ഷൻസും പ്രോപ്പർ അല്ലാണ്ട് നടക്കും. ഭ്രാന്ത് പിടിച്ച പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം ബിഹേവ് ചെയ്തെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അവിടെ സോഡിയത്തിൻ്റെ കുറവാണ് കാരണം. പിന്നുള്ളത് സോഡിയം ലെവൽസ് പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രെയിനിലുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള പല ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനും കാരണമാകും. സീഷേഴ്സ് ഒക്കെ ഉണ്ടാകും, പെട്ടെന്ന് നമ്മൾ ബോധം കെട്ടുപോകുന്ന അവസ്ഥ, പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, അൺകൺട്രോൾഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ബോഡിക്ക് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇത് പ്രൊലോങ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജിന് പോലും ഇത് ട്രീറ്റ് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ, സോഡിയം ബാലൻസ് തിരികെ കൊണ്ടുവരാണ്ടെന്ന്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോഡിയം ബാലൻസ് തിരികെ കൊണ്ടുവരാണ്ടിരുന്നു കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ബ്രെയിൻ ഡാമേജിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും. പിന്നെ കോമയായിരിക്കും, ഹാർട്ടൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാകും, ബ്രെയിൻ ഇസ് ആസ് ഗുഡ് ആസ് നത്തിങ് എന്ന രീതിയിലേക്ക് വരെ പോകുന്ന സിറ്റുവേഷൻ വരും. പിന്നെ മസ്കുലാർ സിൻഡ്രംസ് ആണ്. സോഡിയം ഇസ് വൈറ്റൽ ഫോർ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ഇൻ മസിൽ നമുക്കറിയാം. അതുകൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലുള്ള മസിൽ സ്പാസംസ്, ക്രാമ്പ് പോലുള്ള കോൺട്രാക്ഷൻസും എലോങ്ങേഷൻസും ഒക്കെ മസിൽസിന് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ വരാം. മസിൽ വീക്ക്നെസ് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ സ്മോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മസിൽ ട്രമേഴ്സ്, ട്വിച്ചിങ്, അവിടെ ആയിട്ടുള്ള ഈ മസിൽ ഫ്ലെച്ചിങ് ഒക്കെ അനുഭവപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. പിന്നുള്ളത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ആൻഡ് ജനറൽ സിംറ്റംസ്. ഒന്ന് നോസിയ ആൻഡ് വൊമിറ്റിംഗ്, തലകറക്കം വരുന്നതും അതുപോലെ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ വരും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ. പിന്നുള്ളത് ഹെഡേക്ക് ആണ്. യൂഷ്വലി എ ഡൾ ത്രോബിംഗ് പെയിൻ കോസ്ഡ് ബൈ ഇൻക്രീസ്ഡ് ഇൻ്റർക്രാനിയൽ പ്രഷർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രെയിനിലെ സ്വെല്ലിംഗ് ഉണ്ടായല്ലോ, ക്രാനിയൽ അല്ലെങ്കിൽ സെറിബ്രൽ ഈഡിമ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ബ്രെയിനിൽ അബ്നോർമലായിട്ടുള്ള ഫ്ലൂയിഡ് ഡെപ്പോസിറ്റ്സ് വരുന്നത് കാരണം ഉണ്ടാകുന്ന ഈ ഇൻ്റർക്രാനിയൽ പ്രഷർ, നമ്മുടെ ഈ ക്രാനിയം എന്ന് പറയുന്ന ഒരു അസ്ഥിക്കിടയിൽ ഉണ്ടാകുന്ന പ്രഷർ കാരണം വല്ലാത്ത ഭീമമായ തലവേദന അനുഭവപ്പെടാം. അതുപോലെ BP കുറയും, കാരണം സോൾട്ട് കണ്ടൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്
ഫ്ലൂയിഡ് ലോസ് കാരണമുള്ള എന്താ പറയുക ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് തലകറക്കം വരികയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കാരണം ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലായിടത്തേക്കും വേണ്ട ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നത്. അത് സപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് വരികയും നമുക്ക് ഡിസ്നസ് ഉണ്ടായി തലകറങ്ങാണ്. പലരും ഈ പ്രഷർ കുറഞ്ഞ് വീഴുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ അത് ഫ്ലൂയിഡ് ഇംബാലൻസ് ആണ്. നല്ലപോലെ വെള്ളം കുടിക്കാണ്ടോ ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നിന്ന് ഫ്ലൂയിഡ് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാണ്ട് പോകുമ്പോഴാണ് പ്രഷർ കുറഞ്ഞ് വീഴുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോവുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പൊട്ടാസ്യം. നൺ അതർ ദാൻ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് എ വൈറ്റൽ മിനറൽ ആൻഡ് ഇലക്ട്രോലൈറ്റ് that plays a fundamental role in maintaining cellular function throughout the human body as a cation. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെയാണ് നമ്മൾ കാറ്റയോണുകൾ എന്ന് വിളിക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ വിളിക്കുന്ന പേര് ആനയോൺ എന്നാണ്. ആനയോൺ, നെഗറ്റീവ് അയോൺ, കാറ്റയോൺ, പോസിറ്റീവ് അയോൺസ് ആണ്. അപ്പോൾ ഇത് പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആണ്. ഇറ്റ് ഇസ് പ്രൈമറി ഫൗണ്ട് ഇൻസൈഡ് ദ സെൽസ്. കണ്ടോ, അപ്പോൾ ഇത് എക്സ്ട്രാ സെല്ലുലാർ മിനറൽ ആണോ? സോഡിയം എക്സ്ട്രാ സെല്ലുലാർ ആണെന്ന് പറഞ്ഞു അല്ലേ. പൊട്ടാസ്യം എന്താണ്? പൊട്ടാസ്യം ഇൻട്രാ സെല്ലുലാർ ആണ്. സോ ഫൗണ്ട് ഇൻസൈഡ് ദ സെൽസ് വർക്കിംഗ് ഇൻ ടാൻഡം വിത്ത് സോഡിയം ടു റെഗുലേറ്റ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. സോഡിയത്തിനോടൊപ്പം ചേർന്ന് ജോലി ചെയ്യുന്നയാളാണ് പൊട്ടാസ്യം. പക്ഷേ പൊട്ടാസ്യം ഇൻസൈഡ് ദ സെല്ലാണെന്നുള്ളതാണ്. പൊട്ടാസ്യത്തിൻ്റെ റോൾ എന്തൊക്കെയാണ്? പൊട്ടാസ്യം ഈസ് എസെൻഷ്യൽ ഫോർ സെവറൽ സൈക്കോളജിക്കൽ പ്രോസസ്സ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സോഡിയം ചെയ്യുന്ന സെയിം പണി അതിനോടൊപ്പം ചേരുന്നു, സോഡിയത്തോടൊപ്പം ചെയ്യുന്നതാണ്. അപ്പോൾ സോഡിയം ചെയ്യുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ച് പഠിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊട്ടാസ്യത്തിന് റോളുണ്ട്. ഒന്ന്, ഫ്ലൂയിഡ് ബാലൻസ് തന്നെയാണ്. ഇറ്റ് വർക്ക്സ് വിത്ത് സോഡിയം ടു മെയിൻറ്റെയിൻ ദി ഓസ്മോട്ടിക് പ്രഷർ ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് സെൽ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിനാണ് ഓസ്മോസിസ് എന്ന പ്രോസസ്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മിനറൽസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സോഡിയത്തിനോടൊപ്പം ചേർന്ന് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെല്ലിന് പുറത്തുമുള്ള ഏരിയാസിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആണ്, പ്രോപ്പർ ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നുള്ളത് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് മെക്കാനിസം which generates the electrical impulses required for a nerve to send signals. സിഗ്നൽ സെൻഡ് ചെയ്യാൻ ആവശ്യമായ ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നതിന് സോഡിയം പൊട്ടാസ്യം ഗ്രൂപ്പിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. സോഡിയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പൊട്ടാസ്യവും സെയിം ഫംഗ്ഷൻ ചെയ്യുന്നു. മസിൽ കോൺട്രാക്ഷൻസ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പൊട്ടാസ്യത്തിന് വേറെ എടുത്ത് പറയാനായിട്ട് സെപ്പറേഷൻ ഒന്നുമില്ല. സെയിം സോഡിയം ചെയ്യുന്ന റോളുകൾ തന്നെയാണ് പൊട്ടാസ്യവും ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ സെയിം കണ്ടീഷൻ അപ്ലൈസ്. നമ്മൾ സോഡിയത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. ആസിഡ് ബേസ് ബാലൻസ്, അതായത് pH ലെവൽ, നമ്മുടെ ബോഡിയുടെ pH ലെവൽ നമ്മൾ സോഡിയത്തിൽ പറയാത്തൊരു കാര്യമായിരുന്നു ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്ന കാര്യം. ആക്ച്വലി സോഡിയം അതിൻ്റെ ഭാഗമായിട്ട് ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നൊക്കെയുണ്ട്. പൊട്ടാസ്യത്തിന് നമ്മളത് എടുത്ത് പറയുന്നു മാത്രം. ഇറ്റ് ആക്ട് ആസ് എ ബഫർ ടു ഹെൽപ്പ് മെയിൻറ്റെയിൻ ദി ബോഡീസ് pH ലെവൽ. നമ്മുടെ ശരീരത്തിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്, ഒരു ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യുന്നതിന്. പൊട്ടാസ്യത്തിൻ്റെ പിന്നെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഹൈപ്പോ കലീമിയ എന്നാണ് അതിന് പറയുക. എ ഡെഫിഷ്യൻസി ഇൻ പൊട്ടാസ്യം ഇസ് മെഡിക്കലി നോൺ ആസ് ഹൈപ്പോകലീമിയ. വൈൽ മൈൽഡ് ഡെഫിഷ്യൻസി മൈറ്റ് ഗോ അൺനോട്ടിസ്ഡ്. സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ഇൻ പൊട്ടാസ്യം ലെവൽസ് ക്യാൻ ലീഡ് ടു സീരിയസ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്. നമ്മൾ സോഡിയം കുറഞ്ഞാൽ ഉണ്ടാകുന്ന ബ്രെയിൻ സിറ്റുവേഷൻസിനെ പറ്റിയിട്ടും അബ്നോർമാലിറ്റിയെ പറ്റിയിട്ടും എന്താ പറയുക, ഓർമ്മക്കുറവ്, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിനൊക്കെ പറ്റി സ്വന്തം ബന്ധുക്കളെ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്നേക്കും. വീട്ടുകാരെ പോലും അറിയാം ചിലപ്പോൾ ഓർമ്മയില്ലാത്ത അവസ്ഥയൊക്കെ വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതേ സിറ്റുവേഷൻ തന്നെ പൊട്ടാസ്യം ഡെഫിഷ്യൻസി വന്നാലും ഉണ്ടാവും. മസിൽ വീക്ക്നെസ്സും ഫെറ്റീഗും ഉണ്ടാവും. തീർച്ചയായിട്ടും മസിൽ കോൺട്രാക്ഷൻസിനെ വല്ലാണ്ട് സഹായിക്കുന്ന മിനറലാണ് സോഡിയവും പൊട്ടാസ്യവും. അതിൽ കുറയുന്ന സാഹചര്യത്തിൽ മസിൽ കോൺട്രാക്ഷൻസിനെ അത് ബാധിക്കും. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫെറ്റീഗും അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്പാസംസും ഉണ്ടാവും. ഓക്കെ, മസിൽ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് പോലും സിവിയർ ഡെഫിഷ്യൻസി ഓഫ് പൊട്ടാസ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മസിൽ ഫൈബറുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എസെൻഷ്യലി മസിൽ ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ആവും. മസിൽ ടിഷ്യൂ പോലും നശിച്ചു പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്ന കണ്ടീഷൻ വരും. മസിൽ ക്രാംസ് ആൻഡ് സ്പാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, പൊട്ടാസ്യം ഇസ് നെസസറി ഫോർ ദ റിത്തമിക് കോൺട്രാക്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മൾ പറയുന്നത് ഈ ഈസോഫാഗസ് എന്ന് പറയുന്ന ഏരിയ മുതൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് നിങ്ങൾ തലകുത്തി നിന്ന് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം വയറ്റിൽ തന്നെ എത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തലകുത്തനെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറക്കിയാലും അത് സ്റ്റൊമക്കിൽ തന്നെ എത്തും. പക്ഷേ നിങ്ങൾ തലകുത്തനെ നിൽക്കുമ്പോൾ നേരെ നിന്ന് കഴിക്കുമ്പോൾ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ താഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. തലകുത്തി നിൽക്കുന്ന സമയത്ത് ശരിക്കും തലയ്ക്ക് മുകളിലോട്ട് കയറേണ്ടിരുന്നത്, പക്ഷേ അതും
എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നിങ്ങളുടെ സ്റ്റൊമക്കിലേക്ക് തന്നെ പോകണമെങ്കിൽ അവിടെ നിന്ന് ഈ ഒരു എന്താ പറയുക ത്രോട്ടിൽ നിന്നൊരു പമ്പ് അതിനെ പമ്പ് ചെയ്ത് നേരെ സ്റ്റൊമക്കിലേക്ക് വിടുന്നതിന് തുല്യമാണ്, ശരിയല്ലേ? അപ്പോൾ ആ പ്രോസസ്സ് ഇസ് എസെൻഷ്യലി ഡൺ ത്രൂ എ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്. ഈ പറയുന്ന ഈസോഫാഗസ് എന്ന് പറയുന്ന ട്രാക്ട് ഉൾപ്പെടുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വാൾസിൽ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു മൂവ്മെൻറ്റ്, മസ്കുലാർ കോൺട്രാക്ഷൻ മൂവ്മെൻ്റ് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് പെരിസ്റ്റോൾസിസ്. ഈ പെരിസ്റ്റോൾസിസ് എന്ന മൂവ്മെൻറ്റാണ് ഫുഡ് പാർട്ടിക്കിൾസിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ത്രോട്ടിൽ നിന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് പെരിസ്റ്റോൾസിസ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മിക്സിങ് അപ്പ് ഓഫ് ദി മിനറൽസും ഫുഡും ഒക്കെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നതിന് ഈ പറയുന്ന പെരിസ്റ്റോൾസ് സഹായിക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് മിനറലിനെ അബ്സോർബ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. സോ ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന പ്രോപ്പറായിട്ട് ഈ ഒരു പെരിസ്റ്റാൾസിൻ്റെ പെർഫോമൻസ് നടക്കണമെങ്കിൽ അതിനകത്ത് പൊട്ടാസ്യം എന്ന മിനറലിൻ്റെ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുണ്ട് എന്നുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് പെരിസ്റ്റോൾസിസ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പൊട്ടാസ്യത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ പ്രോസസ്സുകൾ സ്ലോ ഡൗൺ ചെയ്യപ്പെടാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഇൻടേക്കോ ഫുഡ് ട്രാൻസ്മിഷനോ നമുക്ക് നടക്കാണ്ട് പോയിരിക്കും. പിന്നെ ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ പാരലൈറ്റിക് ഇലിയസ്, എ കണ്ടീഷൻ വെയർ ദ ഗട്ട് എഫക്റ്റീവ്ലി ഫോൾ അസ്ലീപ് പൊട്ടൻഷ്യലി കോസിങ് എ ബ്ലോക്കേജ്. ഒരു കഴിക്കാനൊന്നും തോന്നാത്ത ഒരു ഫുൾഫിൽനെസ് ഒക്കെ തോന്നിയിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഒരു പാരാലിസിസ് പോലെ, നമ്മുടെ വയറിനുണ്ടാകുന്ന ഒരു പാരാലിസിസ് പോലെ. പിന്നെ ഹാർട്ട് പാൽപിറ്റേഷൻസ് ആൻഡ് അരിത്മിയാസ്. അതെന്താ സംഭവം? ദ ഹാർട്ട് റിലൈസ് ഓൺ എ വെരി പ്രിസൈസ് ഇലക്ട്രിക്കൽ റിതം, ശരിയല്ലേ? നമ്മളതിൻ്റെ എസ്ഐനോടൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്കറിയാം. ലോ പൊട്ടാസ്യം ക്യാൻ കോസ് ദ ഹാർട്ട് ടു സ്കിപ്പ് ബീറ്റ് ഓർ ബീറ്റ് ടു ഫോസ്റ്റ്. അതിനാണ് ടാക്കി കാർഡിയ എന്ന് പറയും. അതായത് നമ്മളെ ഹാർട്ട് പ്രോപ്പറായിട്ട് ഒരു നമുക്കറിയാം ഒരു മിനിറ്റിൽ ഇത്ര പമ്പിങ്, ലൈക്ക് 72 ടൈംസ് ബീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും, പഠിക്കാറുണ്ട്. 72 BPM, ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ നോർമൽ റേറ്റ്. ഒരു നോർമൽ ആവറേജ് അഡൽട്ട് ഹെൽത്തി പേഴ്സൻ്റെ ബീറ്റ്സിൻ്റെ ഒരു അളവെന്ന് പറയുമ്പോൾ 72 ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കുറയുന്ന ബീറ്റിംഗ് വരാം, കൂടുന്ന ബീറ്റിംഗ് വരാം, അൺറിത്തമിക് ആയിട്ടുള്ള ബീറ്റിംഗ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം പൊട്ടാസ്യം കുറയുമ്പോൾ. In extreme cases, it can lead to life-threatening cardiac arrhythmias. Life-threatening ആയിട്ടുള്ള പമ്പിങ് ഇറഗുലാരിറ്റി പോലും ചില സിറ്റുവേഷൻസിൽ ചിലരുടെ കാര്യത്തിൽ ഉണ്ടായേക്കാം. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അത് മാറിക്കൊണ്ടിരിക്കും, എന്നാലും ഉണ്ടാവാം. അപ്പോൾ ഹാർട്ടിനെയും അത് ബാധിക്കും. പിന്നെ ഉള്ളത് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കും. Without enough potassium to balance the sodium, the body retains more salt and the blood vessel become more constricted, leading to an increase in blood pressure. അല്ലേ? കാരണം കൂടുതൽ നമ്മുടെ സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ബ്ലഡ് കൺസ്ട്രക്റ്റഡ് ആയിരിക്കും, കൂടുതൽ ബ്ലഡ് വെസൽസ് പാക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിൽ അനുഭവപ്പെടുന്ന മർദ്ദം, പ്രഷർ താരതമ്യേന കൂടും. അത് പൊട്ടാസ്യം കൊണ്ട് ബാലൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഹൈ പ്രഷർ റിട്ടൻഷൻ ഉണ്ടാവും. അങ്ങനെ റിട്ടൻഷൻ ഉണ്ടാവുന്ന പ്രഷർ റിട്ടൻഷൻ ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് അലോങ് വിത്ത് ടെൻഷൻ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയുമായിട്ട് അതിന് കണക്ഷനും ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഹൈപ്പർ ടെൻഷൻ. പിന്നുള്ളത് പോളിയൂറിയ ആണ്, അതായത് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. നമ്മുടെ ബ്ലഡിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും. സിവിയർ ഹൈപ്പോകലേമിയ ക്യാൻ ഇൻറ്റർഫിയർ വിത്ത് ദ കിഡ്നീസ് എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് കിഡ്നീനെ അത് ബാധിക്കും. ലീഡിങ് ടു എക്സസീവ് യൂറിനേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്. അതുകൊണ്ട് അടിക്കടി ഈ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നതിനെ മുഴുവൻ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ബോഡി ഫ്ലൂയിഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും കൂടുതൽ വെള്ളം ദാഹം അനുഭവപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടാകുന്നതാണ് പോളിയൂറിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ. അത് പൊട്ടാസ്യം കുറവ് കാരണം ഉണ്ടാകാവുന്ന കണ്ടീഷനാണെന്നും അറിഞ്ഞിരിക്കാം. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി മെയിനായിട്ടുള്ള ഡയറ്ററി സോഴ്സസ് പൊട്ടാസ്യം കിട്ടാൻ എന്ത് ചെയ്യണം? പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സിലൊന്നും ബനാന, ഏത്തപ്പഴമില്ലേ, ഏത്തൻ പഴം. നമ്മൾ ഏത്തൻ പഴത്തിന് നേന്ത്രപ്പഴം എന്നൊക്കെ പലയിടങ്ങളിലും പറയാറുണ്ട്. നല്ല വലിപ്പമുള്ള നല്ല കട്ടിയുള്ള ആ ഒരു ബനാന എന്ന് വിളിക്കുന്ന സാധനമില്ലേ, വലുത്, അത് പൊട്ടാസ്യത്തിൽ റിച്ച. പച്ചക്ക് മീൻ അങ്ങനെയല്ല, പഴുത്ത പഴം വേറെ വേവിക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റി പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കില്ലേ, ഈ പഴം പുഴുങ്ങി കഴിക്കും, അങ്ങനെയൊന്നും കഴിക്കരുത്. അതിലിത് നഷ്ടപ്പെടും. പുഴുങ്ങാണ്ടൊക്കെ തന്നെ നേരിട്ട് തൊലി ഉരിച്ച് അങ്ങോട്ട് കഴിക്കുക. അത് വളരെ റിച്ചായിട്ടുള്ളൊരു പൊട്ടാസ്യം സോഴ്സാണ്. ഓറഞ്ച്, ആപ്രിക്കോട്ടും അതുപോലെ അവക്കാഡോസും. അപ്പോൾ ഇതിൽ
ആപ്രിക്കോട്ടും അവക്കാഡോ എന്നും മലയാളികൾ അങ്ങനെ ഇങ്ങനെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന സാധനമായിട്ടൊന്നും എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. അവക്കാഡോസും ആപ്രിക്കോട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ പലരും നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു പക്ഷേ നമ്മുടെ പല ഈ ഫ്രൂട്ട്സ് കടകളിൽ പോയാലും ആപ്രിക്കോട്ടോ അവക്കാഡോ ഒന്നും കിട്ടാറില്ല. പക്ഷേ ബനാനയും ഓറഞ്ചും വളരെ സുലഭമായിട്ട് നമുക്ക് ചുറ്റുപാടുകളിൽ കൃഷി പോലും ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ്. ഓറഞ്ചല്ല, ബനാന. ഓറഞ്ച് വളരെ കോമൺ ആണ് താനും. ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ഓറഞ്ച് ഇല്ലാത്ത ഒരു സന്ദർശനം മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്ര ഫെമിലിയറാണ് ഓറഞ്ച്. പക്ഷേ ആപ്രിക്കോട്ടോ അവക്കാഡോ അത്ര കോമൺ അല്ല, പക്ഷേ വളരെ ന്യൂട്രീഷ്യസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് അവക്കാഡോ അതുപോലെ ആപ്രിക്കോട്ടൊക്കെ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഡയറ്റിനകത്ത് ഇവയൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കും. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട്. അപ്പോൾ മാസത്തിൽ ഇത്ര ദിവസം ഒരു 4 തവണ നിങ്ങൾ അവക്കാഡോ എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമീഡിയൻ്റായിട്ട് കൺസ്യൂം ചെയ്ത് കുറച്ച് ആപ്രിക്കോട്ട് കഴിച്ചു, കുറച്ച് ബനാന കഴിച്ചു. ഇതൊക്കെ എല്ലാ മാസവും ഇതിങ്ങനെ നടക്കണം. അല്ലാതെ ഞാൻ 2 വർഷം മുമ്പ് ബനാന കഴിച്ചതാ, ഇനിയിപ്പോൾ ബനാന അടുത്ത വർഷം കഴിക്കണം, അല്ലെ ഈ വർഷം അങ്ങനെ പോകുന്നത് കൊണ്ട് അർത്ഥമില്ല. 4 ബനാന കൂടുതൽ കഴിക്കാമെന്ന് കരുതിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ വെജിറ്റബിൾസ് ആണ് സ്പിനാച്ച്, കെയിൽ, പൊട്ടാറ്റോസ്. പൊട്ടാറ്റോ സ്കിന്നിലുണ്ട് കേട്ടോ. ഈ പറയുന്ന പൊട്ടാറ്റോയുടെ തൊലിയില്ലേ, വളരെ നൈസായിട്ടുള്ള തൊലി, അതിനകത്തൊക്കെ ഈ പറയുന്ന വൈറ്റമിൻ കെ റിച്ചാണ് പൊട്ടാറ്റോയുടെ തൊലി. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോസ്, മധുരക്കിഴങ്ങ് എന്നറിയപ്പെടുന്നതൊക്കെ വേവിച്ച് കഴിക്കുന്നതാണ്, വലിയ കുഴപ്പമില്ലാണ്ട് നല്ലപോലെ നമുക്ക്. അതുപോലെ ഫൈബർ റിച്ചുമാണ് ഇവരൊക്കെ. അത്യാവശ്യം നല്ല ഫൈബറും നമ്മുടെ ബോഡിക്ക് കിട്ടും. പിന്നെ ലെഗ്യൂംസ്, അതുപോലെ ബീൻസ്, ലെൻറ്റിൽസ്, ചിക്പീസ്, ഇതും അതുപോലെ തന്നെ ഫൈബർ റിച്ചാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാസ്യം നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതിന് മാത്രമല്ല, ബോഡിയിലെ ഫൈബർ മെയിൻ്റനൻസിന് സഹായിക്കും. നല്ലപോലെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനൊക്കെ സഹായിക്കും കൂടി ചെയ്യും. അപ്പോൾ ഇറ്റ്സ് എനി ഹൗ ഗുഡ് വൺ. പിന്നെ യോഗട്ടും മിൽക്കും, അതിൽ യോഗട്ട് ഇസ് വെരി ഗുഡ് ഇൻ ഡൈജഷൻ, ഹെൽപ്പിംഗ് ഡൈജഷൻ. ഇഷ്ടംപോലെ നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള മിനറൽ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഇഷ്ടംമാതിരി എന്താ പറയുക ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നത് യോഗട്ടാണ്. അപ്പോൾ ദീസ് ആർ വെരി വെരി ഗുഡ് ഫോർ ദി ഗട്ട് ഹെൽത്തിന്, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ ആസ് വെൽ എസ് സ്റ്റൊമക്കിൻ്റെയൊക്കെ ഹെൽത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള കോമ്പോണൻറ്റുകളാണ്. സാൽമൺ ആൻഡ് ട്യൂണ. സാൽമൺ എന്ന് പറയുന്ന ഫിഷ് നമ്മൾ അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മത്സ്യമാണ്. ട്യൂണ, ചൂരമീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ചൂരമീനിനകത്തും പൊട്ടാസ്യത്തിൻ്റെ വേണ്ടുവോളം അളവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡെയിലി കൺസപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. പൊട്ടാസ്യം, ആസ് യു നോ, ഇസ് എ മേജർ ന്യൂട്രിയൻറ്റ്. ഇൻ അനദർ സെൻസ് ഇറ്റ് ഇസ് എ മാക്രോ ന്യൂട്രിയൻ്റ്. അതുകൊണ്ട് 100 മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യമുള്ള കോമ്പോണൻ്റാണ് ഇദ്ദേഹമൊന്നും ഓർത്തിരിക്കുക. പിന്നുള്ളത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഇസ് എ കമ്പോണൻറ്റ് ഓഫ് ATP, DNA ആൻഡ് RNA, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനർജി മോളിക്യൂളാണ്. നമ്മുടെ ബോഡിയിലെ പ്രൈമറി സെല്ലുകൾ ഉണ്ടാക്കുന്ന എനർജി മോളിക്യൂളാണ് ATP എന്ന് പറയും, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്. DNA, ഡിയോക്സിറൈബോസ് ന്യൂക്ലിക് ആസിഡിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ RNA, റൈബോസ് ന്യൂക്ലിക് ആസിഡിലും ഈ ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ജനിതക മെറ്റീരിയൽസിൽ പോലും അടങ്ങുന്ന മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അടങ്ങുന്ന കോമ്പോണൻ്റാണ് ഫോസ്ഫറസ്. ബോണിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ. ഫോസ്ഫറസിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കാൽസ്യത്തിനോടൊപ്പം കാൽസ്യം ചെയ്യുന്ന അതേ പ്രോസസ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ആളാണ് ഫോസ്ഫറസ്. ആസിഡ് ബേസ് ബാലൻസ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫോസ്ഫറസിൻ്റെ പ്രധാന പണിയായിട്ട് പറയും. ഫോസ്ഫേറ്റമിയ, ഞാൻ ആദ്യം അനീമിയ എന്ന് പറയാൻ പോയി, ക്ഷമിക്കുക. ഹൈപ്പോഫോസ്ഫേറ്റമിയ എന്താണ്? എ കണ്ടീഷൻ വെയർ ദ ലെവൽ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ ബോഡി ഈസ് ഡിക്രീസ്ഡ്. സിംറ്റംസ് വീക്ക്നെസ് ഓഫ് ബോൺസ്, ഡാമേജ് ടു ടീത്ത്, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, എക്സ്ട്രീം ടയർഡ്നെസ്, ലാക്ക് ഓഫ് പ്രോപ്പർ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളാണെങ്കിൽ വളർച്ച മുരടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. മുതിർന്നവരിലാണെങ്കിൽ വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടുക, ആപ്പറ്റൈറ്റ് ഇല്ല മീൻസ് വിശപ്പില്ലായ്മ ഉണ്ടാവുക, ടീത്തും ബോണും ഒക്കെ വീക്കാവുക, ജോയിൻറ്റുകളിൽ പെയിൻ അനുഭവപ്പെടുക, കൈമുട്ട് കാൽമുട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെയിൻ അനുഭവപ്പെടുക ഒക്കെയാണ് ഫോസ്ഫറസിൻ്റെ കുറവ് സൂചിപ്പിക്കുന്നത്. മീറ്റ് കഴിക്കുക, ഫിഷ് കഴിക്കുക, പാല്, മുട്ട, അതുപോലെ പൾസസ്, പിന്നെ ബ്രൗൺ റൈസ്, നമ്മുടെ തവിടുള്ള അരിയില്ലേ, ഇതൊക്കെ കഴിക്കുന്നത് ഫോസ്ഫറസ് ഇൻടേക്കിനെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ മഗ്നീഷ്യമാണ്. റെഗുലേറ്റ് ഹാർട്ട് മസിൽ നെർവ് ഫങ്ഷൻ. ഹാർട്ട് മസിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെർവ് ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് മഗ്നീഷ്യം ഈസ് വെരി എസെൻഷ്യൽ. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ലെവൽ ഓഫ് കാൽസ്യം ആൻഡ് ബ്ലഡ് ഷുഗർ ഇൻ ദ ബോഡി. ഓൾസോ നമുക്കിപ്പോൾ ബ്ലഡ് ഷുഗറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇൻസുലിനും ഗ്ലൂക്കോഗോണും എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ ഉണ്ടെങ്കിൽ കൂടിയും മഗ്നീഷ്യം എന്ന മിനറലും ശരിക്കും പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും ഷുഗറിൻ്റെയും ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇൻഡയറക്ട്ലി പറഞ്ഞാൽ മഗ്നീഷ്യം ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയാൻ പറ്റും. എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ബോഡി. ബോഡിയിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നയാളാണ് മഗ്നീഷ്യം. 300 എൻസൈം ആക്ടിവിറ്റീസിൽ കൂടുതൽ ആവശ്യമുള്ള ആളാണ് മഗ്നീഷ്യം. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒന്ന് പറയുന്ന പോലെ ഹാർട്ട് മസിൽ
നെർവ് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കോർഡിനേഷൻസ് ചെയ്യുന്നത് മെഗ്നീഷ്യമാണ് എന്നുള്ളത് കൊണ്ട് മെഗ്നീഷ്യം താരതമ്യേന ഒരുപാട് ചെറിയ ക്വാണ്ടിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മസിൽ, ഹാർട്ട് മസിലും അതുപോലെ നെർവ് ഫങ്ഷൻസും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ അത് ബാധിച്ചേക്കാം. റിസൾട്ട്സ് ഇൻ മെൻ്റൽ ആസ് വെൽ ആസ് ഹാർട്ട് ഡിസീസസ്. ലീഫി വെജിറ്റബിൾസും പിന്നെ വിത്തിനങ്ങളിൽ പെടുന്ന ഭക്ഷണ സാധനങ്ങളും പൾസസും ഒക്കെ തന്നെയാണ് മഗ്നീഷ്യത്തിൻ്റെ കാര്യത്തിലും വളരെ എസെൻഷ്യലായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഈസ് ദി പാർട്ട് 1. ഇപ്പോൾ തന്നെ എനിക്കറിയാം ഏകദേശം 1 hour ആയിട്ടുണ്ട്. സോ ഐ എം നോട്ട് കണ്ടിന്യൂയിങ് വിത്ത് ദി മൈനർ മിനറൽസ് അലോങ് ദ സെയിം ഇൻ ദിസ് പെർട്ടിക്കുലർ സെയിം വീഡിയോ. എന്തായാലും ഈ കാണുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ അകത്താക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എത്രത്തോളമാണ് ഈ ഓരോ ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ പരിഗണിക്കാണ്ട് പോകുന്ന മിനറൽസിന് നമ്മുടെ ശരീരത്തിലെ പിന്നെന്താ പറയുക മെയിൻ്റനൻസിനുള്ള റോൾ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇതിൽ നമ്മൾ പലതും ശ്രദ്ധിക്കാതെ പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ മിനറൽസൊക്കെ ആവശ്യമുള്ളതിലും കൂടുതലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസോർഡേഴ്സിനെ പറ്റിയോ ഡെഫിഷ്യൻസിയെ പറ്റിയോ നമ്മൾ ബോധേഡല്ല. എങ്കിലും അപ്പോഴും പല സിറ്റുവേഷൻസിൽ പല സാഹചര്യങ്ങളിലായിട്ട് പലതരത്തിൽ നമ്മൾ ഈ ചുവടെ പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലുമൊക്കെ സിംറ്റംസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ജോയിൻറ്റ് പെയിൻ വന്നിട്ടുണ്ടാകും, വീക്ക്നെസ് വന്നിട്ടുണ്ടാകും, ടയർഡ്നെസ് ഉണ്ടായിട്ടുണ്ടാകും, പിന്നെ ഫ്ലൂയിഡ് ഇംബാലൻസ് വരുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസൊക്കെ അടിക്കടി പലർക്കും ചിലപ്പോൾ പല സമയങ്ങളിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ പലരും അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ ബോധടാവുന്നില്ല. ക്ഷീണമുണ്ട്, പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ക്ഷീണം, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നല്ല ക്ഷീണമാണ്, പക്ഷേ ഇപ്പോൾ ബെറ്ററാണ് നമ്മൾ തോന്നുന്നത്. ഭക്ഷണത്തിലുണ്ടായിട്ടുള്ള ചെറിയ വേരിയേഷൻ ആ ഒരു ക്ഷീണം ഉണ്ടാക്കിയ മിനറലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ക്ഷീണം കുറഞ്ഞു പോയതാണ്. അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഭക്ഷണ രീതികളിൽ എപ്പോഴും ഒരേ ഭക്ഷണം ഫോളോ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് നമ്മൾ പൊതുവേ ഒരേ ഭക്ഷണം തന്നെ എപ്പോഴും ഫോളോ ചെയ്യാണ്ട് മിക്സഡ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്ന ആളാണ് നമ്മൾ മനുഷ്യർ എന്നുള്ളത് കൊണ്ട് കറങ്ങി തിരിങ്ങി മിനറൽസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പോൾ വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇപ്പോൾ ഒരു മിനറലാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഈ മിനറൽ പല മിനറൽ നമുക്ക് വെള്ളത്തിനകത്തുനിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നത് കൊണ്ടും പല മിനറലും നമ്മുടെ ബോഡിക്കകത്ത് കിട്ടുന്നുണ്ട്. സോ മിനറൽസ് ആർ വെരി 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 എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഹെൽത്ത് ഓഫ് അവർ ബോഡി. അപ്പോൾ അതുകൊണ്ട് വേണ്ടുവോളം ആ മിനറൽസ് മാത്രം പോരല്ലോ. ഈ ഫ്ലൂയിഡ് ബാലൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ സോഡിയത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ. സോഡിയത്തിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമോ, എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടാകും, പൊട്ടാസ്യം കുറയുമ്പോഴും അതേ സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിന് ധാരാളം വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കണം എന്നുള്ളതും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ പ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എൻ്റെ ബോഡിയിൽ വേണം. അതായത് ബോഡിയിൽ വെള്ളവും വേണം, വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന മിനറൽസ് ആയിട്ടുള്ള സോഡിയവും പൊട്ടാസ്യവും പോലുള്ളവയൊക്കെയും പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ വേണം. ആ ക്വാണ്ടിഫിക്കേഷൻ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടുവോളം വെള്ളം കുടിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാര സാധനങ്ങളിലൂടെ ഇത്തരം മിനറൽസ് ഇൻടേക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു ഇനിയെങ്കിൽ അതിനോടൊപ്പം തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടത് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് ബാലൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് നൺ അതർ ദാൻ വാട്ടർ. വെള്ളം വേണ്ടിയ തോതിൽ കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്ന് ഉറപ്പാക്കാം. ഇന്ന് കുടിക്കാൻ കുറഞ്ഞു പോയ വെള്ളം ആ ക്വാണ്ടിറ്റി ഞാൻ നാളെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു ദിവസത്തെ അളവാണ് ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റിൽ നമ്മളെപ്പോഴും കണക്ക് കൂട്ടുക. 100 milligram പെർ ഡേ എന്നതായിരുന്നു മാനദണ്ഡമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ഇന്ന് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ദീസ് തിങ്സ് ബീങ് സെറ്റ്, ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 ഓഫ് മിനറൽസ് ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ദിവസം ഇതിൻ്റെ ഒരു പാർട്ട് 2 ഓഫ് മിനറൽസ് ആസ് വെൽ ആസ് ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സിൽ. അതിൻ്റെ ബാക്കി നമുക്ക് കാണാം. അതുവരെ ഇവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും. ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വസ്തുതകളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് ഓർക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.